നമസ്തേ. ഒരു പരസ്യം പോലുമില്ലാതെ ഒരു ഫാഷൻ ബ്രാൻഡിന് നിലനിൽപ്പുണ്ടോ എന്നതിന് ഉത്തരമാണ് ടാറ്റയുടെ സ്റ്റുഡിയോ സ്റ്റോർ. പറഞ്ഞറിയുക എന്ന പാരമ്പര്യ തന്ത്രം പയറ്റി വളർന്ന സ്റ്റുഡിയോ ഇന്ന് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും സാന്നിധ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നു. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയുടെ സ്റ്റോറുകളിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO കഴിഞ്ഞ ദിവസം പ്രകടനം നടത്തിയത്. ടാറ്റ ഇസ്രയേലിനെ സഹായിക്കുന്നുവെന്ന കാരണം പറഞ്ഞ് സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കാനാണ് ആഹ്വാനം. ഉപ്പ് തൊട്ട് വിമാനം വരെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ടാറ്റയെ ബഹിഷ്കരിക്കാൻ തുടങ്ങിയാൽ ഒരന്തവും കുന്തവും ഉണ്ടാകില്ലെന്ന് ബഹിഷ്കരണത്തിന് ഇറങ്ങിയവർക്ക് നന്നായി അറിയാം. അവിടെയാണ് എന്തുകൊണ്ട് സ്റ്റുഡിയോയെ ലാക്കാക്കി ബഹിഷ്കരണം എന്ന ചോദ്യം ഉയരുന്നത്. ടാറ്റയോടോ ഈ പിള്ളേര് കളി? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, BJP വക്താവ് വിപിൻ കൂടിയേടത്ത്, സാമൂഹ്യ നിരീക്ഷകരായ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ജാമിദ ടീച്ചർ, ഇടത് നിരീക്ഷകൻ വെമ്പായം നസീർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. SIO പ്രതിനിധിയെ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു. ജനം TVയിലേക്ക് ഇല്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം. ടാറ്റയ്ക്കെതിരെ ആർക്കും 10 മുദ്രാവാക്യം വിളിക്കാം. എന്തുകൊണ്ട് ബഹിഷ്കരണം എന്നതിന് ആധികാരികമായ വിശദീകരണം നൽകാൻ ആർജവമുള്ള ഒരുത്തനും ആ സംഘടനയിൽ ഇല്ലാതെ പോയല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പിള്ളേര് കളിയായി ഞങ്ങൾ കാണുന്നത്. ടാറ്റ എന്ന മഹാപ്രസ്ഥാനത്തെ ഈ പിള്ളേരല്ല, ഈ വിഭാഗം ഒന്നടങ്കം എതിർത്താലും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ ഈ ബഹിഷ്കരണത്തിൽ രാജ്യവിരുദ്ധത പ്രകടമാണ് എന്നതുകൊണ്ട് മാത്രമാണ് അത് തുറന്നു കാട്ടാനായി ഞങ്ങൾ ഈ സംവാദം സംഘടിപ്പിക്കുന്നത്. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ പാകിസ്ഥാനെ സഹായിച്ച ചൈനയ്ക്കും തുർക്കിക്കുമെതിരെ ചെറുവിരൽ പോലും അനക്കാത്തവർ ഭാരതത്തെ സഹായിച്ച, ഭാരതത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ഇസ്രയേലിനെതിരെ ശൗര്യം കാണിക്കുന്നത് എന്തിനാണ്? പലസ്തീൻ പോലും തള്ളിപ്പറഞ്ഞ ഹമാസ് ഇവർക്കെങ്ങനെയാണ് പ്രിയങ്കരരാവുന്നത്? ശ്രീ RV ബാബു, താങ്കൾക്ക് മറുപടി പറയാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ട് ടാറ്റയുടെ പ്രൊഡക്ട്സ്, പ്രത്യേകിച്ച് സ്റ്റുഡിയോവിനെതിരായിട്ടുള്ള ഒരു പ്രചരണം, ബോയ്ക്കോട്ട് സ്റ്റുഡിയോ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി വ്യാപകമായിട്ട് നടത്തിയതിൻ്റെ വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത്. സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യാൻ കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ വ്യാപകമായിട്ടുള്ള പർച്ചേസ് കൂടുതലായിട്ട് നടത്തുന്നത് ജനങ്ങൾ തുണിത്തരങ്ങളാണ്. അപ്പോൾ തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോ ടാറ്റയുടെ ഒരു പ്രധാനപ്പെട്ട വിപണന കേന്ദ്രമാണ്, തുണിത്തരങ്ങളുടെ വിപണന കേന്ദ്രമാണ്. റിലയൻസിന് ട്രെൻഡ്സ് എന്ന പോലെ ടാറ്റയ്ക്ക് സ്റ്റുഡിയോ, അത് ഇന്നിപ്പോൾ വ്യാപകമായിട്ട് ഗ്രാമങ്ങളിലേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ട്. മിക്കവാറും നല്ല ബ്രാൻഡഡ് ഐറ്റംസ്, അതേപോലെ നല്ല തുണിത്തരങ്ങൾ സാമാന്യേന മറ്റ് ബ്രാൻഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിലയോട് കൂടിയിട്ട് ഈ തുണിത്തരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും പർച്ചേസിന് പോകുന്ന സമയത്ത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ആഘാതം ഏൽപ്പിക്കാൻ പറ്റുന്നത് സ്റ്റുഡിയോസിനെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി സ്റ്റുഡിയോസ്, ബോയ്ക്കോട്ട് സ്റ്റുഡിയോസ് എന്ന മുദ്രാവാക്യത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ കാരണം. അവരുടെ ചില ബാനറുകളിൽ ബോയ്ക്കോട്ട് ടാറ്റ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ടാറ്റ പ്രൊഡക്ട്സിനും ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ടാറ്റയുടെ മുഴുവൻ പ്രൊഡക്റ്റിനെയും ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ജീവിക്കാൻ സാധ്യമല്ല. ഒരു മുസ്ലിം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിന്തിക്കാൻ പറ്റില്ല. അത്രയും വിപുലമായ ശൃംഖല ടാറ്റയുടെ കൺസ്യൂമർ പ്രൊഡക്ട്സിലുണ്ട്, മറ്റ് എല്ലാ മേഖലയിലും ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിലുണ്ട്, ബാക്കി എല്ലാ മേഖലയിലും
ടാറ്റയുടെ സ്വാധീനം നമുക്കറിയാം. അപ്പോൾ ടാറ്റ എന്ന് പറയുമ്പോൾ കേവലം അതൊരു ബിസിനസ് മാഗ്നറ്റ് മാത്രമല്ല, ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല. കാരണം ടാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി പോലും ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമുക്ക് അങ്ങേയറ്റം ടാറ്റയുടെ പേര് വൈകാരികമായിട്ടും കൂടി പ്രാധാന്യമുള്ളതാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവും രാജ്യത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലുമൊക്കെ രാജ്യ താൽപ്പര്യത്തോടൊപ്പം അടിയുറച്ചു നിന്ന ഒരു വ്യവസായ ശൃംഖലയാണ് ടാറ്റ. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന്, രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിന് വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യവസായ ശൃംഖല എന്ന നിലയ്ക്ക് നമുക്ക് ടാറ്റയെ കാണാം. മറ്റ് പല ആളുകളുമുണ്ട്. ഇപ്പോൾ അംബാനിയെ പോലുള്ളവരോ, ബിർളയെ പോലുള്ളവരോ, അദാനിയെ പോലുള്ളവരോ, അതേപോലുള്ള വ്യവസായികളുണ്ട്. പക്ഷേ ടാറ്റ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചൊരു വ്യത്യസ്തതയുണ്ട്. കാരണം ടാറ്റയുടെ പലതും നമ്മുടെ രാജ്യത്തിൻ്റെ വൈകാരികതയുമായിട്ടും രാജ്യത്തിൻ്റെ ദേശീയതയുമായിട്ടൊക്കെ വളരെ അടുത്ത് നൽകുന്ന ഒരു വ്യവസായ ശൃംഖലയായിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. എന്തിനാണ് ബഹിഷ്കരിക്കുന്നത്? ടാറ്റ എന്തോ സോഫ്റ്റ്വെയർ രംഗത്ത് ഇസ്രായേലുമായിട്ട് സഹകരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ബഹിഷ്കരണം. അപ്പോൾ ഇസ്രായേലിനോട് സഹകരിക്കുന്നവരെ മുഴുവൻ ബഹിഷ്കരിക്കുക എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഇസ്രായേലിനോട് സഹകരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ഇസ്രായേലിനോട് എല്ലാ നിലയ്ക്കും സഹകരിക്കുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ പഹൽഗാമിൽ നടത്തിയ യുദ്ധത്തിൽ പോലും ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നൽകിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പഹൽഗാമിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധം നടത്തിയതിൽ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ പലതും. അത് നമുക്ക് വളരെ സഹായകരമായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പത്തിക്കടിച്ച് പാകിസ്ഥാനെ ശൂന്യമാക്കാൻ, നിസ്സഹായമാക്കാൻ കഴിഞ്ഞതിൽ ഇസ്രായേലിൻ്റെ ആയുധശേഷി അല്ലെങ്കിൽ ആയുധ സഹകരണം ഇന്ത്യയെ വളരെ കരുത്തുറ്റ ഒരു സൈനിക ശേഷിയാക്കി മാറ്റുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ ബഹിഷ്കരിക്കുമോ? ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യണ്ടേ ജമാഅത്തെ ഇസ്ലാമി? അപ്പോൾ ടാറ്റയെ ബഹിഷ്കരിക്കാൻ കാരണം എന്താണ്? അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസാണ്. കാരണം ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര ഒരു പദ്ധതിയുണ്ട്. ഇപ്പോൾ സോറോസിനെ പോലുള്ള ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ, അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പോലുള്ള ചില സംവിധാനങ്ങൾ, അവരൊക്കെ ആസൂത്രിതമായ കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ അവസാന പാദ ക്വാർട്ടറിൽ GDP പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ GDP-യിലെ കുതിപ്പ് രേഖപ്പെടുത്തിയ ഒരു അവസാന പാദമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ലാസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് 7.30% അങ്ങോട്ട് എത്തി. പ്രവചിച്ചത് 6% മറ്റുമാണ്. അപ്പോൾ ലോകത്ത് അതിവേഗം സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ നമ്മൾ 4ാമത്തെ സാമ്പത്തിക ശേഷിയായി മാറുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു. ജപ്പാനെയും മറികടന്ന് 4ാമത്തെ സാമ്പത്തിക ശേഷിയായിട്ട് നമ്മൾ മാറാൻ പോകുന്നു. അത് ഓൾറെഡി പ്രഖ്യാപിച്ച പോലെയാണ്. അതെന്തോ ആവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ, ടാറ്റ പോലുള്ള ഒരു സംവിധാനത്തെ ദുർബലമാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക കുതിപ്പിനെ തകർക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അതിൽ മുസ്ലിം സമൂഹം എത്ര കണ്ട് അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവരുടെ ലക്ഷ്യം അതാണ്, രാജ്യത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക. നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ പല മാർഗങ്ങളുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള ശൈഥില്യം ഉണ്ടാക്കുക, ഭീകര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുക. ഇപ്പോൾ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് ഈ രാജ്യത്ത് കലാപങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ തള്ളിവിടുക. മുസ്ലിങ്ങൾ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, അവരിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാക്കുക, എന്നിട്ട് അവരെ കലാപത്തിലേക്ക് തള്ളിവിടുക. അത് നമ്മൾ കഴിഞ്ഞ ഒട്ടനവധി സന്ദർഭങ്ങളിൽ കണ്ടതാണ്. CIA പ്രക്ഷോഭകാലത്ത് കണ്ടു, വഖഫിൻ്റെ കാലത്ത് കണ്ടു. ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഇൻസെക്യൂരിറ്റി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബൗദ്ധിക കേന്ദ്രം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ആസൂത്രിതമായിട്ട് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ മുസ്ലിം സമൂഹത്തിനെ കൊണ്ട് ഈ രാജ്യത്ത് സംഘർഷം ഉണ്ടാക്കുക, മറുഭാഗത്ത് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുക, ജാതി എന്നുള്ള ഒരു ആ സ്വത്വത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ജാതീയപരമായി ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ മറുഭാഗത്ത് നടത്തുക. അങ്ങനെ നമ്മുടെ രാജ്യത്തെ തകർക്കുക, ശിഥിലമാക്കുക എന്ന വ്യക്തമായ ഒരു അജണ്ടയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി.
അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ചു, അല്ലെങ്കിൽ ഇസ്രായേലുമായി സഹകരിക്കുന്നു എന്നതിൻ്റെ കാരണം പറഞ്ഞ് ടാറ്റയെ ബഹിഷ്കരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിൽ പാലസ്തീനിൽ ഇത്തരം നടപടികൾ എടുക്കുന്നത്? അതിനെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ഒരു പൊതു സംവാദത്തിന് തയ്യാറുണ്ടോ? എന്താണ് കാരണം? പാലസ്തീൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം പാലസ്തീൻ്റെ സ്വയം കൃതാനർത്ഥമാണ്. അതെല്ലാവർക്കും വളരെ വ്യക്തമായി. അത് പാലസ്തീൻ ജനതയ്ക്ക് വ്യക്തമായി. അതുകൊണ്ടാണ് പാലസ്തീൻ ജനത ഹമാസിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ പറയുന്ന ഗാസയിലടക്കം നടത്തിയതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടത്. ഗാസയിലടക്കം ഹമാസിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ പാലസ്തീനിലെ ജനതയ്ക്ക് പോലും ഹമാസ് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായി മാറി. തങ്ങളെ കുരുതി കൊടുക്കുന്നത്, തങ്ങളുടെ കുട്ടികളെ ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കവചമാക്കി മാറ്റുന്നതിൽ, മനുഷ്യ കവചമാക്കി സ്ത്രീകളെ മാറ്റുന്നതിൽ ഒക്കെ ഈ ഭീകരവാദികൾ നടത്തുന്ന പ്രവർത്തനം ആ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ഇന്ന് ലോകത്ത് മുഴുവൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഈ ഹമാസിനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തിന് തൊട്ട് മുൻപ് ഹമാസ് തീവ്രവാദികൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ വന്ന് ഭീകരവാദികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വന്നതാണ്. അപ്പോൾ പഹൽഗാമിലെ ആക്രമണത്തിന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ അൽ ഖ്വയ്ദയോ മാത്രമാണോ, അതെയോ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെക്സസ് ഈ പഹൽഗാമിലെ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഇനിയും പുറത്തു വരാനുണ്ട്, വ്യക്തമാകാനുണ്ട്. അങ്ങനെയുള്ള ഹമാസിനെ പിന്തുണയ്ക്കുന്ന സമീപനം, പാലസ്തീൻ പതാക ഏന്തിക്കൊണ്ട് കേരളത്തിൽ പ്രകടനം നടത്തുക എന്ന് പറയുമ്പോൾ പാലസ്തീൻ ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനോടൊപ്പമാണ്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് പാലസ്തീൻ. എന്നാൽ എല്ലാ രംഗത്തും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഈ പാലസ്തീൻ വിഷയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ വളരെ വലിയ തോതിൽ ഈ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അവരെ വർഗീയമായി ധ്രുവീകരിച്ച് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ഈ നയം സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അത് ഒരു തികഞ്ഞ ലക്ഷണമൊത്ത ഭീകരവാദ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇന്ന് ആഗോളതലത്തിൽ അവർ ഇപ്പോൾ ബംഗ്ലാദേശിലെയൊക്കെ ഭരണമാറ്റം ജമാഅത്തെ ഇസ്ലാമി ആസൂത്രണം ചെയ്തതാണ്. പാകിസ്ഥാനിൻ്റെ സഹായത്തോടു കൂടി 1971 ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് കിഴക്കൻ ബംഗാളിലെ മുസ്ലിങ്ങളെയും അതേപോലെ ഹിന്ദുക്കളെയും ഒക്കെ കൂട്ടക്കുരുതി നടത്തിയെങ്കിൽ, റസാക്കർമാരെ ഉപയോഗിച്ച് അവർ കൂട്ടക്കുരുതി നടത്തിയെങ്കിൽ, ഇപ്പോൾ അതേ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ്റെ സഹായത്തോടെ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മേലുള്ള നിരോധനം ബംഗ്ലാദേശിൽ പിൻവലിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ ഒരു പാവ സർക്കാരായിട്ട് യൂനിസ് ഗവൺമെൻറ് അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശും ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ, ഇന്ത്യയുടെ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നല്ല, ജമാഅത്തെ ഇസ്ലാമി ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആസൂത്രിതമായ ശ്രമം നടക്കുന്ന സന്ദർഭമാണ് ആ രീതിയിലാണ് നമ്മൾക്ക് ഈ ബഹിഷ്കരണത്തെ കാണേണ്ടത്. അനിൽ നമ്പ്യാർ. ശ്രീ നസീർ, സ്റ്റുഡിയോ ബഹിഷ്കരണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണോ ഇടത് സംഘടനകൾക്ക്? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ താങ്ക്സ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലക്കാർ പറയും. പക്ഷെ ഞാനൊരു ഇടത് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല്, ഇത് നിങ്ങളത് ഇന്ത്യയുടെ ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബുചേട്ടൻ ഇന്ത്യയോടുള്ള യുദ്ധപ്രഖ്യാപനമായ ഒരു വ്യാഖ്യാനം കണ്ടു. പക്ഷെ അങ്ങനെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ കാണണ്ട. ഇസ്രായേലിനോടുള്ള ബഹിഷ്കരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് നേരത്തെയും നമ്മൾ ഇന്ത്യക്കാര് ഇസ്രായേലിനോടുള്ള ബഹിഷ്കരണം നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം, നമ്മളെല്ലാവരും. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ
ലോക പോലീസ് ചമഞ്ഞ് അമേരിക്കയോടൊപ്പം ചേർന്ന് ഇസ്രായേലാണ് വേണ്ടുന്ന പ്രശ്നങ്ങളെല്ലാം ലോകത്ത് കാണിക്കുന്നത്. ഈ ഫലസ്തീനില് നമുക്കറിയാം എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കിയത്. അപ്പൊ അതുകൊണ്ട് ഈ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കമ്പനികളെ ഒന്ന് മാറ്റി നിർത്തണം, ഒഴിവാക്കണം, ലോകത്ത് സമാധാനം വരണം, ലോക ഭീകരായ ഇസ്രായേലിനെ ഒന്ന് മാറ്റി നിർത്തണം എന്നായിരിക്കും കമ്പനികളല്ലേ. ഇസ്രായേലിനെ പിന്തുണക്കുന്ന കമ്പനി എന്നാണല്ലോ പറയുന്നത്, പലസ്തീനെ പിന്തുണക്കുന്നതല്ലോ. അതെ, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു അല്ല. ശ്രീ ആർ വി ബാബു ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമല്ലേ ശ്രീ വെമ്പായം നസീർ? അതായത് ഇസ്രയേലുമായിട്ട് ചില സാങ്കേതിക സഹകരണത്തിൽ ടാറ്റ ഏർപ്പെടുന്നു. അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ. അതുകൊണ്ടാണല്ലോ ടാറ്റയുടെ ഒരു സ്ഥാപനമായിട്ടുള്ള സ്റ്റുഡിയോ ബഹിഷ്കരിക്കുന്നത്. എന്തുകൊണ്ട് സ്റ്റുഡിയോ ഇപ്പോൾ ബഹിഷ്കരിക്കുന്നു? അതിൻ്റെ പശ്ചാത്തലം കൃത്യമായിട്ട് ശ്രീ ആർ വി ബാബു പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്ന, ഇസ്രയേലുമായിട്ട് 100% സഹകരിച്ച് പോരുന്ന ഭാരതത്തെയല്ലേ ബഹിഷ്കരിക്കേണ്ടത്? അതിനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടോ? ഇവിടുത്തെ ഇടതുമുന്നണിക്കുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ സന്ദേശവും അവരുടെ അഭിപ്രായമൊക്കെ അവർ പറയും. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് തന്നെയാണല്ലോ, സമീപനം തന്നെയാണല്ലോ കേരളത്തിലെ ഇടതുമുന്നണി അനുവർത്തിച്ചു പോരുന്നത്. നമുക്കറിയാലോ. ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒക്കെ കൊണ്ടു നടക്കുകയല്ലേ അല്ലേ? കണ്ടതല്ലേ? അവതാരകൻ എന്തെങ്കിലും പറഞ്ഞ് ഇരുട്ടുകൊണ്ട് വോട്ട അടയ്ക്കരുത്. ഇടതുപക്ഷ എക്കാലത്തും വർഗീയ ശക്തികളെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അനുചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് അത് പുകമറ സൃഷ്ടിക്കരുത്. ഇടതുപക്ഷ എക്കാലത്തും വർഗീയ ശക്തികളെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ടാറ്റയോട് മാത്രമല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്കറിയാം എന്ന് തൊട്ടാണ് ഈ ഇസ്രായേലിനോട് കൂട്ടുകൂടാൻ തുടങ്ങിയെന്ന് ആലോചിക്കണം. ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഇസ്രായേലുമായിട്ട് നിങ്ങളൊരു അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയത്. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉരുക്കു വനിത എന്ന് ലോകം വിളിച്ചാദരിച്ച ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഫലസ്തീനിനെ എന്നേക്കുമായി മാറ്റി നിർത്തുകയും ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഫലസ്തീനോടൊപ്പമായിരുന്നു ഇന്ത്യ. പലസ്തീനോടൊപ്പം തന്നെയാണ് ഇന്ത്യ. ഇന്നും പലസ്തീനോടൊപ്പം തന്നെയാണ് ഇന്ത്യ. പലസ്തീനെ ആരും തള്ളി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി തള്ളി പറഞ്ഞിട്ടില്ല. ഭാരതം തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസിനോടൊപ്പം അല്ല, അത്രേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ബഹുമാന്യനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫലസ്തീനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് വേണം. കാരണം അവർ ഇരയാണ്. ഫലസ്തീനെ ചേർത്ത് പിടിക്കണം. കാരണം അവർ ഇരയെ എന്നും ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വിശാല മനസ്കരതയാണ്. ഈ ഫലസ്തീനെയും ഹമാസിനെയും രണ്ടായിട്ട് കാണണ്ടെന്നാണ് എന്റെ പക്ഷം. കാരണം ഈ ഫലസ്തീനിന്റെ സമര പോരാളികളാണ് ഹമാസ്. പ്രിയപ്പെട്ട നസീറെ, പലസ്തീൻകാർക്ക് പോലും ഹമാസിനെ താല്പര്യമില്ല. ഹമാസിനെ വേണ്ട, അവർ തന്നെ തള്ളിക്കളയാണ്. ഈ ഹമാസ് ഉള്ളതാണ് പലസ്തീൻകാർക്ക് തലവേദന. അവർക്ക് പോലും വേണ്ടാത്ത ഹമാസിനെയാണ് കേരളത്തിലെ ഇടതുമുന്നണിയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തലയിൽ വെച്ച് നടക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണത്. അനിൽ നമ്പ്യാർ ചേട്ടാ, ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഫലസ്തീനിന്റെ വിമോചന സമര പോരാളികളാണ് ഹമാസ് എന്ന് അറിയപ്പെടുന്നത്. ഞാനത് ഒരു പഠനം നടത്തി. പക്ഷെ അവര് തള്ളി പറഞ്ഞിട്ടില്ല. കാരണം ഫലസ്തീനിന്റെ ഒരു സമര പോരാളികൾ ഹമാസ് എന്ന് പറയുന്നത്. പക്ഷെ ഹമാസിനെ തള്ളി പറയുന്നത് ഫലസ്തീനെ തള്ളി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവര് രണ്ടല്ല, ഒന്നാണ്. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ടാറ്റയും മറ്റ് കമ്പനികളും ബഹിഷ്കരിക്കുന്നത്, ഈ മുമ്പ് കൊക്കോകോള കമ്പനിയൊക്കെ ഇതുപോലെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വാങ്ങുന്ന പണത്തിന്റെ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ബഹിഷ്കരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും പിന്നെ പൊതുഗതാഗത സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? കേരളത്തിലെ ബസ്സുകൾ,
കേരളത്തിലെ മറ്റു വാഹനങ്ങൾ, പിന്നെ ഉപ്പ് തൊട്ട് ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉപ്പ് തൊട്ട് വിമാനം വരെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ടാറ്റ പോലുള്ളൊരു മഹാപ്രസ്ഥാനത്തെ നിങ്ങൾക്ക് എങ്ങനെ ബഹിഷ്കരിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് അല്ല SIOയുടെ ബഹിഷ്കരണത്തെ പിള്ളേര് കളി എന്ന് പറഞ്ഞത്. മാത്രമല്ല, അവർക്ക് ഈ വിഷയം അതിൽ ഒരു സംവാദം നടത്തുകയാണെങ്കിൽ അവർക്ക് എന്ത് പറയാനാവും? എങ്ങനെയാണ് ഇതിലൊരു ക്ലാരിറ്റി, അവരുടെ നിലപാടിലൊരു ക്ലാരിറ്റി എങ്ങനെ വരുത്താനാവും അവർക്ക്? അതുകൊണ്ടാണല്ലോ അവർ ചർച്ച ബഹിഷ്കരിക്കുന്നത്. അങ്ങനെയാണ് ഈ വേദിയിൽ വന്ന് പറയേണ്ടതല്ലേ? ഇപ്പോൾ നസീർ വന്നതിൽ സന്തോഷം, അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ SDPIയുടെയും ഒക്കെ നിലപാട് ഒന്ന് തന്നെയല്ലേ? അതിലെന്തെങ്കിലും തർക്കമുണ്ടോ നസീറെ? അല്ല, അലിൻ നമ്പ്യാർ സാറേ, ഇടതുപക്ഷം സംഘപരിവാർ ശക്തികളെ പോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി SDPI ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് അന്നും ഇന്നും എന്നും പറഞ്ഞാൽ പോരല്ലോ, പ്രവർത്തനത്തിൽ അത് കാണണ്ടേ നസീറെ? പറഞ്ഞാൽ പോരല്ലോ, പ്രവർത്തനത്തിൽ കാണണ്ടേ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെയല്ലേ പറഞ്ഞത് പരസ്യമായി? പിണറായി വിജയൻ പരസ്യമായിട്ട് ഞങ്ങളുടെ സഹായ സഹകരണം തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട് എൻ്റെ മുന്നിൽ വന്നതാണെന്ന് ടെലിവിഷൻ ക്യാമറയുടെ മുന്നിൽ ഇരുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് നിങ്ങൾക്ക് ഇത്തരം സംഘടനകളുമായി, വർഗീയ സംഘടനകളുമായിട്ട് കൈകോർക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു ഉളുപ്പും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? നിങ്ങൾ തരാതരം നോക്കി നിങ്ങൾ ആരുമായിട്ടും കൂട്ടുകൂടും. നമുക്കറിയാം മദനിയുമായിട്ട് ഇപ്പോഴും സഹകരണമുണ്ട്, അല്ലേ? SDPI എവിടെയൊക്കെ കൂട്ടാൻ പറ്റുമോ, എവിടെയൊക്കെ അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടോ അവിടെ നിങ്ങൾ സഹകരിക്കും. എന്നിട്ട് പച്ചയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങ് ഇറക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് വർഗീയ ശക്തികളായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത്. നസീർ, ഒറ്റ കാര്യം കൂടി, മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നസീർ, അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൻ്റെ ശത്രുക്കളായ ചൈന, അതുപോലെ തുർക്കി, ഇവരുടെ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കേണ്ടതല്ലേ? ബംഗ്ലാദേശിൽ നിന്ന് തുണി ഉൽപ്പന്നങ്ങളും തുകൽ ഉൽപ്പന്നങ്ങളും കേരളത്തിലേക്ക് അടക്കം വരുന്നുണ്ട്, അത് ബഹിഷ്കരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബഹിഷ്കരണം നടത്താത്തത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന, അതുപോലെ ഇടതുപക്ഷം ഒന്നും അത്തരത്തിലൊരു ബഹിഷ്കരണത്തിലേക്ക് പോകാത്ത എന്തുകൊണ്ടാണ്? ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞ എന്താ? ഉടൻ തന്നെ ഇസ്രയേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ പരിണത ഫലം തിക്തമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് MA ബേബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്പ്യാർ സാറേ, പെട്ടെന്ന് മറുപടി. ഞാനൊന്ന് പറയട്ടെ. ഇടതുപക്ഷം എക്കാലത്തും ഈ സംഘപരിവാർ ശക്തികളെ അകറ്റി നിർത്തുന്നത് പോലെ അതേ അളവിൽ, അതേ തൂക്കത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയും അകറ്റി നിർത്തിയിട്ടുണ്ട്. മതനിരപേക്ഷത ഒന്ന് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇടതുപക്ഷം എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ ചേർത്താൽ അത് പൊതുജനം തള്ളിക്കളയും. അല്ല, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയാണ്. അല്ല, അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ബഹിഷ്കരണത്തോട് ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കില്ല ഇടതുമുന്നണി? ഈ ജമാഅത്തെ ഇസ്ലാമി നമ്പ്യാർ സാറേ, അങ്ങനെയാണെങ്കിൽ നേരത്തെ, അതായത് ഇസ്രായേലിനോട് ഒരു കൂറ് കാണിക്കുന്ന ചില കമ്പനികളെ, അത് ഇന്ന് തുടങ്ങിയതല്ല നമ്പ്യാർ സാറേ, അത് നേരത്തെ ഉണ്ട്. നേരത്തെ മാറ്റി കൊക്കോക്കോളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വിപിനിലേക്ക് പോട്ടെ. വിപിൻ, ഈ സ്റ്റുഡിയോ ഷോറൂമുകളിൽ വസ്ത്രങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും 1000 രൂപയിൽ താഴെ വില വരുന്നുള്ളൂ എന്നാണ്. അതൊരു പ്രത്യേകത. കാരണം സാധാരണക്കാർക്ക് കൂടി ആക്സസ് ഉള്ള, അവർക്ക് കൂടി കയറി പർച്ചേസ് ചെയ്യാവുന്ന അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് അവിടെയുള്ളത്. മാത്രമല്ല, മികച്ച സേവനം അവർ നൽകുന്നു. ഇന്ത്യയിലെ മെട്രോകളിൽ മാത്രമല്ല, ഒരുവിധ എല്ലാ സിറ്റികളിലും അതുപോലെ ഇപ്പോൾ ഗ്രാമങ്ങളിലും സ്റ്റുഡിയോ എത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, നികുതി വെട്ടിപ്പ് നടത്തി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ അടിവേര് ഇളക്കിക്കൊണ്ടാണ്
സ്റ്റുഡിയോ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ഭാരതീയരുടെ പ്രിയ ബ്രാൻഡായിട്ട് മാറിയത്? മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടന ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തുണി കയറ്റുമതിക്കുമൊക്കെ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ഭാരതത്തിലെ തന്നെ വസ്ത്രനിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്നാണ് സ്റ്റുഡിയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയല്ലേ ഇവരുടെ പ്രശ്നം? അല്ലാതെ ഇതിപ്പം നമുക്കൊരു വലിയ ക്യാൻവാസിൽ നോക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പും ഇസ്രയേലുമായുള്ള ബന്ധം ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ വിവക്ഷിക്കാം. പക്ഷേ എങ്കിലും ഇതല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും ഇവിടുത്തെ SDPA ഒക്കെ വേദനിപ്പിക്കുന്നത്? കാരണം ഇവരുടെ കുത്തകയായി വച്ചിരിക്കുന്ന ഈ മേഖലയിൽ സ്റ്റുഡിയോ കടന്ന് കയറുന്നു. പലരും ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്, പലരും ഇതുവരെ കരുതിയിരുന്നത് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു SDPA സ്ഥാപനം എന്ന രീതിയിലാണ്. ഇന്നാണ് അവർക്ക് സത്യത്തിൽ മനസ്സിലായത് സ്റ്റുഡിയോ എന്താണ്, സ്റ്റുഡിയോ ടാറ്റയുടെ സ്ഥാപനമാണെന്നൊക്കെ ഇന്നാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ പല ഈ കേരളത്തിലെ തന്നെ പല സ്റ്റുഡിയോ സ്റ്റോറുകളിലും വൻ തിരക്കാണ്. ഒരുപക്ഷേ ഈ ബലിപെരുന്നാളൊക്കെ പ്രമാണിച്ചായിരിക്കും എല്ലാവരും അവിടേക്ക് കയറുകയാണ്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല വസ്ത്രങ്ങൾ അല്ലേ, വില കുറഞ്ഞ രീതിയിൽ കിട്ടുക, 1000 രൂപയ്ക്ക് 2 ടീഷർട്ടും 1 ജീൻസ് പാൻറ്റും ഒക്കെ കിട്ടുകയാണെങ്കിൽ അവർ ഇടിച്ചു കയറും. അവരിതൊന്നും നോക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമില്ല. അപ്പോൾ ഇവരുടെ ഒരു അപ്രമാദിത്വം, ഈ മേഖലയിലുള്ള അപ്രമാദിത്വം പൊളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയല്ലേ കറക്റ്റ് സമയം നോക്കുക. RV ബാബു അത് പറഞ്ഞു, സമയം നോക്കുക. എന്തുകൊണ്ട് സ്റ്റുഡിയോ എന്നുള്ളതാണ്. മറ്റ് പല ഉൽപ്പന്നങ്ങളുണ്ട്, പക്ഷേ സ്റ്റുഡിയോ മാത്രം എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുന്നു എന്നതിനുള്ള ഒരു മറുപടി ഇത് തന്നെയല്ലേ? ഇതല്ലേ അവരെ അലോസരപ്പെടുത്തുന്നത്, അസ്വസ്ഥരാക്കുന്നത്? അനിൽ നമ്പ്യാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരിത് പറഞ്ഞത് എന്നുള്ളത്. പക്ഷേ ഇവർ നടത്തിയ ആഹ്വാനം, ആ ആഹ്വാനം ഒരാളും ചെവി കൊണ്ടില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇന്ന് ചാവക്കാട് സ്റ്റുഡിയോ ഷോറൂമിലെ ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ചാവക്കാട് നമുക്കറിയാം, ഇവരുടെ എന്താ പറയുക, സംഘടനയ്ക്കും മുസ്ലിം സമൂഹത്തിനും ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ്. പക്ഷേ പൊതു മുസ്ലിം സമൂഹം ഒന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ വാക്കുകളെ ഒരു തരത്തിലും വിലക്കെടുക്കുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. പൊതു മുസ്ലിം സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളിലല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. പൊതു മുസ്ലിം സമൂഹത്തിന് ഈ വക കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ പൊതു മുസ്ലിം സമൂഹത്തിൻ്റെ വക്താക്കളായി ചമയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ആമുഖത്തിൽ RV ബാബു ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതൊരു ആഗോളതലത്തിൽ നടക്കുന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ BDS ക്യാമ്പയിൻ എന്ന രീതിയിലുള്ള വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ബോയ്ക്കോട്ട്, ഡി ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലത്തെ സാങ്ഷനിങ് എന്ന രീതിയിൽ ഒരു BDS ക്യാമ്പയിൻ 2020 മുതൽ വലിയൊരു ക്യാമ്പയിൻ ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ നടക്കുന്നുണ്ട്. ആ ആഗോളതലത്തിൽ നടക്കുന്ന ആ ക്യാമ്പയിൻ, അതിൻ്റെ കേരളത്തിലെ വക്താക്കളും പ്രയോക്താക്കളുമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. നമുക്കറിയാം, ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക ടെററിസത്തിൻ്റെ ക്യാമ്പയിൻ, അതിൻ്റെ നരേറ്റീവ് ക്യാമ്പയിൻ്റെ കേരളത്തിലെ ഇന്ത്യയിലെ മുഖമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്ക് കുറേ കാലങ്ങളായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഈ ആഹ്വാനം നടത്തിയ SIO എന്ന് പറയുന്ന സംഘടനയുടെ പൂർവ്വരൂപം എന്താണ്? സിമിയാണ്. സിമി നിരോധിക്കപ്പെട്ടതിന് ശേഷം രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് SIO. ആ സിമിയെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിമി കേരളത്തിൽ ചുവരിൽ എഴുതിയ ഒരു വാചകമുണ്ട്, ഇസ്ലാമിൻ്റെ മോചനം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ള ഒരു വാചകം നമ്മളെല്ലാവരും ഓർക്കുന്നതാണ്. അപ്പോൾ ആ സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ പിന്നീട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഈ SIO. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ അതിൻ്റെ ചില സൂചനകൾ ബാബുചേട്ടൻ നേരത്തെ നടത്തി. സോറസുമായി ബന്ധപ്പെട്ട് ചില പ്രസ്ഥാനങ്ങൾ ബാബുചേട്ടൻ നടത്തി. ഇവിടെ സോറസിൻ്റെ സംഘടന അൽ ഹക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് $2 ലക്ഷം ഈ ക്യാമ്പയിന് വേണ്ടി നൽകിയത് എന്ന് ഇന്ന് എല്ലാ ഇൻ്റർനാഷണൽ മാഗസീനുകളും ഇന്ത്യയിലെ
പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമ്പയിനെ ചൂടുപറ്റിക്കൊണ്ട്, കാശ്മീരിനെ ചൂടുപറ്റിക്കൊണ്ട് ഇന്ത്യയിൽ സമാനമായ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിനെ കാണാൻ. കാരണം എന്താണ്, ടാറ്റയുടെ പ്രത്യേകത എന്താ? ഇപ്പോൾ നടന്ന സിന്ദൂർ ഓപ്പറേഷനിൽ വരെ ടാറ്റയുടെ വാഹനങ്ങളാണ് സൈന്യം ഉപയോഗിച്ചിട്ടുള്ളത്. സൈന്യം ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസത്തോടെ ഉപയോഗിക്കുന്ന വാഹനം, പണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് പകരം ഇന്ന് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ടാറ്റ നിർമ്മിക്കുന്ന വാഹനങ്ങളാണ്, ടാറ്റ നിർമ്മിക്കുന്ന വെടിക്കോപ്പുകളാണ്, ടാറ്റ നിർമ്മിക്കുന്ന ആയുധങ്ങളാണ്. ഇന്ന് പുതിയ വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. റഫേലിൻ്റെ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ഇന്ത്യയിൽ ടാറ്റ നിർമ്മിക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്ത വന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക ടെററിസം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്രായേലും ഇന്ത്യയും ആ ടെററിസത്തിനെതിരെ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ, ടാറ്റ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ആയുധങ്ങൾ ഇസ്ലാമിക ടെററിസത്തിൻ്റെ ഭീഷണി നേരിടുന്ന ആഗോളതലത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ആവശ്യമായി വരുന്നൊരു സാഹചര്യം ഒരു വശത്തുണ്ട്. മറുവശത്ത് ഇന്ത്യയിലെ അഭിമാനമാണ് ടാറ്റ. നേരത്തെ ബാബുചേട്ടൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് ടാറ്റ ഇന്ത്യയിൽ ഉണ്ടായത്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും ബ്രിട്ടീഷ് നിയന്ത്രിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ തദ്ദേശീയമായ വ്യാപാര വ്യവസായ കമ്പനി എന്ന രീതിയിൽ ടാറ്റ ഉണ്ടാകുന്നത്. അത് ടാറ്റയുടെ ആ കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബാംഗ്ലൂരിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവേകാനന്ദ സ്വാമി ടാറ്റയ്ക്ക് അയച്ചിട്ടുള്ള കത്തിൻ്റെ രൂപം അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ടാറ്റ ഉണ്ടായത്? ടാറ്റ ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും നമുക്കറിയാം, ഇന്ത്യയിലെ സർവ്വ മേഖലയിലും ഉള്ള കമ്പനിയാണ് ടാറ്റ. നമുക്കറിയാം, നമുക്ക് രാവിലെ കഞ്ഞി കുടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉപ്പ് ടാറ്റയുടെയാണ്. നമ്മൾ തേക്കുന്ന എണ്ണ ഒരു കാലഘട്ടത്തിൽ ടാറ്റയുടെ ഓയിലായിരുന്നു നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന EV ടാറ്റയുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ടാറ്റയുടെയാണ്. ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം നമുക്കറിയാം, മഹാനഗർ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ബോംബെയിൽ ടാറ്റയ്ക്ക് സ്വന്തം ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഉണ്ടായിരുന്നു, ടെലിഫോൺ കമ്പനി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാറ്റയുടെ TCS, ഇപ്പോൾ TCS ആണല്ലോ ഏറ്റവും വലിയ ആരോപണത്തിൽ നിൽക്കുന്നത്. അത് ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് ആഗോളതലത്തിലെ കമ്പനിയായിട്ട് TCS മാറിക്കഴിഞ്ഞു. തനിഷ്ക് ബ്രാൻഡ് സ്വർണത്തിൻ്റെ കമ്പനി ടാറ്റയുടെയാണ്. ഇന്നിപ്പോൾ ഇവർ കോഴിക്കോട് കടപ്പുറത്ത് നടത്തുന്ന വലിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് സമരം കഴിഞ്ഞതിന് ശേഷം അവർ ചായ കുടിക്കാൻ പോണ കാപ്പി കുടിക്കാൻ പോണ സ്റ്റാർബക്സ് ടാറ്റയുടെയാണ്. ടാറ്റയുടെ എയർലൈൻസ് വിമാനത്തിൽ യാത്ര ചെയ്ത് ഖത്തറിൽ പോയി ഗൂഢാലോചന മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് തിരിച്ച് വരുന്നത് ടാറ്റയുടെ എയർലൈൻസിലാണ്. വിസ്താര ടാറ്റയുടെ എയർലൈൻസ് ആണ്. സകലമാന മേഖലയിലും എയർ ഇന്ത്യയും എക്സ്പ്രസും ടാറ്റയുടെ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഖത്തറിൽ പോയിട്ട് ഈ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ടാറ്റയുടെ എയർലൈൻസിലാണ്, എയർ ഇന്ത്യയിലാണ്. അങ്ങനെ സകല മേഖലയിലും ടാറ്റയെ കൈ തൊടാതെ ഒരു മനുഷ്യന് ഇന്ന് ഇന്ത്യയിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. എല്ലാ മേഖലയിലും ടാറ്റയുടെ സൗകര്യം വേണം. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, ടാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ 1,30,000 കിലോമീറ്റർ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. എല്ലാ മേഖലയിലും ടാറ്റ ഇന്ത്യയുടെ അഭിമാനമാണ്. അപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്താ? ഇവർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമാണ്. അതിനങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഇവർ ഇസ്രായേലിന് സഹായം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട്. ഇന്ത്യയുടെ അഭിമാന കമ്പനിയായ ടാറ്റ ഖത്തർ എയർവേസിന് സമാനമായ സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്, സമാനമായ സോഫ്റ്റ്വെയർ എമിറേറ്റ്സ് എയർലൈൻസിന് കൊടുക്കുന്നുണ്ട്, സമാനമായ സോഫ്റ്റ്വെയർ സൗദിയുടെ എയർലൈൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പം സമാനമായ രീതിയിൽ മുസ്ലിം രാജ്യങ്ങളുമായും ടാറ്റ ഇതേ രീതിയിലുള്ള ബിസിനസ് പങ്കാളിത്തമുണ്ട്. ടാറ്റയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങളിൽ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് തത്വത്തിൽ ബാധിക്കുന്നത് ഇന്ത്യയെയും അതിലൂടെ ഇന്ത്യൻ എക്കോണമിയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കുടുംബങ്ങൾ ടാറ്റയുടെ കമ്പനികളിൽ ജോലി ചെയ്തുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നു. ഇവർ ടാറ്റയെ ബഹിഷ്കരിക്കുമ്പോൾ എത്ര കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്? ഇസ്രായേലിൽ മരിക്കുന്ന പാലസ്തീനിൽ മരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല
തീർത്തും നിഷേധിക്കുന്ന രീതിയിലാണ് ഇവരുടെ ഈ ബോയ്ക്കോട്ടിംഗ് പ്രസ്ഥാനം വന്നിട്ടുള്ളത്. നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇതിനു ടാറ്റ മുമ്പ് അവര് നടത്തുന്ന അദാനി സാമൂഹ്യ pipeline company- സേവന പ്രവർത്തനങ്ങൾ അതെ, പറഞ്ഞാലും ഞാനതിലേക്ക് വരുന്നത് ഇന്ന് കേരളത്തില് ഗെയിൽ പൈപ്പ് ലൈനിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ സമരം നടത്തി ടാറ്റ അല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വലിയ സമരം നടത്തുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത വന്നു. ഈ ഗെയിൽ പൈപ്പ് ലൈനിന്റെ പൈപ്പ് സൂക്ഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമായ അവരുടെ ഉടമസ്ഥതയിൽ പറമ്പിലാണ് അവർ പൈപ്പ് ലൈനിൽ കൊണ്ടുവന്ന പൈപ്പ് സൂക്ഷിച്ചതെന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. അതായത് ഒരേ സമയം ഇവരെല്ലാ വിഷയത്തിലും എടുക്കുന്ന സ്റ്റാൻഡ് അതാണ്. ഇവിടെ സ്റ്റുഡിയോ എന്തുകൊണ്ട് ബഹിഷ്കരിക്കാൻ പറഞ്ഞു? സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുന്നുണ്ട്. നമുക്കറിയാമത്, നമുക്ക് എത്ര പേർക്ക് അറിയാം? നേരിട്ട് പലിശരഹിത ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നടത്തുന്നുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് നടത്തുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന നിരവധി ചെറിയ കടകൾ നമുക്കറിയാം. ചെറിയ ഗ്രാമങ്ങളിൽ പോലും തുണിക്കടകൾ, ഒരു കച്ചവടം ഇല്ലാത്ത സ്ഥലത്ത് പോലും തുണിക്കടകൾ ആരംഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് കേരളത്തിൽ എവിടെ പോലും കാണാം. അവർക്ക് എവിടെ നിന്നാണ് പലിശരഹിത വായ്പ കിട്ടുന്നത്? ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പലിശരഹിത കമ്പനിയുണ്ട് കേരളത്തിൽ. ആ കമ്പനി നൽകുന്ന വായ്പകളിൽ നിന്നാണ് അവർ ഈ കമ്പനികൾ ആരംഭിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോ പോലത്തെ ഒരു ബ്രാൻഡ് കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവിടേക്ക് പോകും, ജനങ്ങൾ നല്ലതിലേക്ക് പോകും. നോക്കൂ, കോവിഡ് ഉണ്ടായ സമയത്ത് ലോകത്തിലെ എല്ലാ കമ്പനികളും അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിട്ടപ്പോൾ ടാറ്റ വീട്ടിലിരിക്കുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുകയും അവൻ്റെ ഓഫീസ് ജോലി വീട്ടിലേക്ക് മാറ്റിയപ്പോൾ അതിന് വേണ്ട സൗകര്യത്തിന് വേണ്ട അഡീഷണൽ പൈസ കൊടുക്കുകയും, അതുപോലെ തന്നെ കോവിഡ് ബാധിച്ച ടാറ്റയുടെ കമ്പനികളിൽ എവിടെയെങ്കിലും കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിന് പ്രത്യേക അലവൻസ് കൊടുക്കുകയും ചെയ്ത അപൂർവ കമ്പനികളിലൊന്നാണ് ടാറ്റ. നമുക്കറിയാം കേരളത്തിൽ മൂന്നാറിൽ ടാറ്റയ്ക്ക് ഹോസ്പിറ്റലുണ്ട്. ഈ കൊച്ചിയിൽ തൃപ്പൂണിത്തുറയിൽ ടാറ്റയ്ക്ക് ഹോസ്പിറ്റലുണ്ട്. ഇന്ത്യയുടെ ഏത് ഗ്രാമങ്ങളിൽ പോയാലും ടാറ്റയുടെ ട്രസ്റ്റ് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് ടാറ്റ ഒരു ദിവസം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിന് പോയ ആളുകൾക്ക് അറിയാൻ സാധിക്കും. എന്താണ് അമർനാഥ് തീർത്ഥാടന മേഖലകളിൽ ടാറ്റ നടത്തുന്ന സേവനം. ഇന്ത്യയുടെ ഓരോ ഗ്രാമത്തിൽ ചെന്നാലും ടാറ്റ നടത്തുന്ന സേവനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദിവാസി മേഖലകളിൽ, ബസ്തർ പോലെയുള്ള ആദിവാസി മേഖലകളിൽ ടാറ്റ നടത്തുന്ന ഹോസ്പിറ്റലാണ് ജനങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന സേവനം. ടാറ്റ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടാറ്റ ഇന്ത്യയുടെ അഭിമാനമാണ്. ഞാനൊരു സാന്ദർഭികവശാൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനത്തെ ഇവർ ചോദ്യം ചെയ്യുന്നതിൻ്റെ വേറൊരു ഉദാഹരണം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മാധ്യമ വാരികയിൽ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ SIO പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ വാരികയിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദനെ ജാതി ബ്രാഹ്മണൻ എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ലേഖനം എഴുതിയതാണ്. ജാതി ബ്രാഹ്മണൻ എന്ന് ഇന്ത്യയുടെ ദേശീയ പുരുഷനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച, ദേശീയ യുവജന ദിനമായി ജനുവരി 12 പ്രഖ്യാപിച്ച ഈ രാജ്യത്തെ അഭിമാനമായ സ്വാമി വിവേകാനന്ദനെ ജാതി ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച് ലേഖനം പ്രസിദ്ധീകരിച്ച പത്രമാണ് മാധ്യമ വാരിക. അപ്പോൾ ഇവർ എന്നും ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ടുള്ളൂ. എല്ലാ കാലഘട്ടത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് 2011 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങളുടെ ആളുകൾ ജയിച്ചത്. കിനാലൂർ എന്ന് പറയുന്ന അവിടെ മലേഷ്യൻ കമ്പനിക്കെതിരെ ഒരുമിച്ച് സമരം ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ 2009 തെരഞ്ഞെടുപ്പില് വിപിൻ ചേട്ടൻ എന്തെങ്കിലും ഇരുട്ടോണ്ട് വോട്ട് അടയ്ക്കരുത്, എന്തെങ്കിലും പറയരുത്, പച്ച നുണ പറയരുത്. നിങ്ങൾക്ക് എന്ത് രേഖ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രക്കാരുടെ മുന്നിൽ വന്ന് പറഞ്ഞതാണ് ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രത്തിന് മുന്നിൽ വന്ന് പറഞ്ഞാണ്. ഈ അനിൽ നമ്പ്യാർ അടക്കമുള്ള പത്രപ്രവർത്തകർ അതിന് സാക്ഷിയാണ്. ഈ രാജ്യത്ത് എന്നും ഇടതുപക്ഷമാണ്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികൾ, പുകാസ പോലെയുള്ള സംഘടനകളിലെ ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികളുടെ പണം പറ്റുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പണം പറ്റിയിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പണം പറ്റിയിട്ടാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന പറ്റം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ബാധിച്ച എന്താ പറയുക ക്യാൻസറാണ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യക്ക് ബാധിച്ച ക്യാൻസറാണ്. നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ഉണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി, അങ്ങേരെ ഇന്ത്യ വിഭജിച്ച സമയത്ത്, ഭാരത് വിഭജിച്ച സമയത്ത് ജീവിക്കാൻ നല്ലത് പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ പാകിസ്ഥാനിലേക്ക് പോയ കഥ നമ്മൾ മറക്കരുത്.
1970കളിലാണ് അദ്ദേഹം മരിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 30 വർഷക്കാലം പാകിസ്ഥാനിൽ സ്ഥിരതാമസാക്കിയ ആളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ. അദ്ദേഹം അവിടെ കിടന്നാണ് മരിച്ചത്. അവർ പാകിസ്ഥാനിലേക്ക് പോയത് എന്തിനാ? ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം പാകിസ്ഥാനിൽ സ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലേക്ക് പോയത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയെ ഏത് കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ കേരള മണ്ണിൽ പിന്തുണച്ചിട്ടുള്ളത് അതിന് ഭൗതികമായും രാഷ്ട്രീയമായും പിന്തുണച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. യു ഡി എഫും അതുപോലെ തന്നെ ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നിലനിർത്തുന്നതിന്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം നസീറിന് അറിയാം. പക്ഷേ വേറെ മാർഗമില്ല. നസീറിന് ന്യായീകരിക്കേ നിർവാഹമുള്ളൂ. മാത്രമല്ല, നോക്കൂ, ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം നടത്തുന്നത് TCS ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വിദേശത്തോട്ട് പോകാൻ ഇനി എങ്ങനെ പാസ്പോർട്ട് എടുക്കും എന്ന കാര്യത്തിലും സംശയം ഉണ്ട്. ജാമിദ ടീച്ചറെ ബലിപെരുന്നാൾ ആശംസകൾ, അഡ്വാൻസ് ആശംസകൾ. ടീച്ചർ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയോ? സ്റ്റുഡിയോ എങ്ങനെ മലപ്പുറത്ത് സജീവമാണോ? ഇതുവരെ വിചാരിച്ചിരുന്നത് സ്റ്റുഡിയോ സുഡാപ്പികളുടേതാണെന്നാണ് കേട്ടോ. ഇതുവരെ സ്റ്റുഡിയോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ പരസ്യം സ്റ്റുഡിയോയ്ക്ക് കിട്ടുന്നത്. 1. 2, ടാറ്റയുടേതാണെന്ന് അധികം ആളുകൾക്കും അറിയില്ലായിരുന്നു എന്നാണ് എന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞത്. ഇവിടെ ആദ്യം സ്റ്റുഡിയോയിലേക്ക് പോകാൻ ആളുകളെ ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു പരസ്യം നൽകിയതിന് ജമാഅത്തെ ഇസ്ലാമിയോട് നമുക്ക് നന്ദി പറയണം. കാരണം ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് 1500 കോടി കൊടുത്തിട്ട് നമ്മുടെ രത്തൻ ടാറ്റ പറഞ്ഞത് 1500 കോടിയല്ല, എന്റെ രാജ്യത്തിന് ഒരു അത്യാവശ്യം വന്നാല് എന്റെ സമ്പത്ത് മുഴുവനും എന്റെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ അഭിമാനമാണ് ടാറ്റ എന്ന് നമുക്ക് പറയാതെ വയ്യ. എന്തായിരുന്നാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്താൻ ഒരു കാരണമായല്ലോ. എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയുടെ രാജ്യവിരുദ്ധതയെ കുറിച്ച് പറഞ്ഞു. ബാബുചേട്ടൻ പറഞ്ഞു ഇന്ത്യയോടുള്ള ഒരു യുദ്ധ സമീപനമാണെന്ന്. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും അല്ലെങ്കിൽ തന്നെയും ഇന്ത്യയോടുള്ള സ്നേഹം ആരാ പ്രതീക്ഷിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖവുരയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ദേശീയതയ്ക്കെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, മതേതരത്വത്തിനെതിരാണെന്നാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി വിജയിച്ചിട്ടുള്ള ഇടതനും വലതനും വന്നിരുന്ന് മാറി മാറി മെഴുകും. അവർക്ക് പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചിട്ട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതൊരു കച്ചവട തന്ത്രം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് മുട്ടുസൂചി മുതല് ദ്രവ്യമായിട്ടാണെങ്കിലും സേവനമായിട്ടാണെങ്കിലും ഈ രാജ്യത്തിന്റെ മുഴുവൻ വസ്തുക്കളിലും ഈ നാടിന്റെ കെട്ടുറപ്പ് പോലും ബലപ്പെടുത്തിയ ഒരു വലിയ പ്രസ്ഥാനമായ ടാറ്റയെ ബഹിഷ്കരിക്കാൻ വന്നത് ഇസ്രായേലോ ഹമാസോ ഒന്നുമല്ല. ശരിക്കു പറഞ്ഞാൽ ഇവരുടെ തന്ത്രം ഇതൊരു ബിസിനസ് ജിഹാദിന്റെ ഭാഗമാണ്. കാരണം ടാറ്റയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു വിഹിതം ഈ രാജ്യത്തിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, രാഷ്ട്രത്തിന്റെ മുതൽക്കൂട്ടായിട്ടാണ് ടാറ്റ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോ വസ്ത്ര വിപണിയിലെ സാധാരണക്കാർക്ക്, അതുപോലെ എല്ലാവർക്കും, എല്ലാ രൂപത്തിലുള്ള സാമ്പത്തിക മേൽക്കോയ്മയുള്ളവർക്കും താഴ്ചയുള്ള ആളുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സ്ഥാപനമായ സ്റ്റുഡിയോ ആയിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മത തീവ്രവാദം ഛർദ്ദിക്കാൻ പറ്റിയ ഒരു അവസരം അവർക്ക് കിട്ടി. പ്രത്യേകിച്ച് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് അത്രയും വിലക്കുറവ്, ക്വാളിറ്റി ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് സ്റ്റുഡിയോയെ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇവരുടെ മത തീവ്രവാദം മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന തന്ത്രമാണ് ഇവർ ഇവിടെ എടുത്തത്. ഇപ്പൊ സിനിമ ഇവർക്ക് ഒരു കാലത്ത് ഹറാമായിരുന്നു, ഇപ്പൊ ഇവർക്ക് ഹലാലല്ലേ. അതുപോലെ ഫോട്ടോ എടുക്കല്, വീഡിയോസ്, ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഹലാലായിരുന്നു. ഈ സാഹചര്യത്തില് മുമ്പ് ഹറാമായിരുന്നു, ഇപ്പം അവരതൊക്കെ ഹലാലാക്കി മാറ്റി. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് എന്താ പറയേണ്ടത് എന്നറിയില്ല. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ വെമ്പായം സുഹൃത്ത് പറഞ്ഞു, അയ്യോ എത്രയോ ഗാസക്കാരായിട്ടുള്ള പാവങ്ങളെ കൊന്നൊടുക്കിയവരല്ലേ ഇസ്രായേല്. UN-ന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. 2014 മുതൽ 2022 വരെ സുന്നികളും ഷിയാക്കളും തമ്മിലടിച്ച് യമനിൽ മാത്രം
3 ലക്ഷം നമ്മുടെ ഞമ്മന്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് മരിച്ചത്. 80,000-ഓളം കുഞ്ഞുങ്ങളായിരുന്നു. UN-ന്റെ കണക്ക് ഇപ്പോഴും ഗൂഗിളിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കാം. UN-ന്റെ വെബ്സൈറ്റിലുള്ള കണക്കാണിത്. ഇതൊന്നും അറിയാതെ സുഡാപ്പികൾ പലസ്തീനിലെ ഗാസ, ഓൾ ഐസ് ഓൺ റാഫ. നിങ്ങൾ എന്താ ബംഗ്ലാദേശിലേക്ക് പോകാത്ത? പോട്ടെ, പഹൽഗാമിൽ മരിച്ച 29 പേര് ഇന്ത്യക്കാരായിരുന്നല്ലോ. എന്തേ അതിനെതിരെ നിങ്ങൾ രംഗത്ത് വരാത്തത്? ചുമ്മാ ഇരുന്ന ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 2000-ഓളം നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയ ഹമാസും പലസ്തീനും ഒന്നാണ് എന്ന് പറയാൻ വെമ്പായം സുഹൃത്തിന് അപാരമായ തൊലിക്കെട്ടി അനിവാര്യമാണ് കേട്ടോ. കാരണം ഹമാസുകാർ തന്നെ പലസ്തീൻകാർ തന്നെ ഹമാസിനെ ബോയ്ക്കോട്ട് ചെയ്തതാണ്. നിങ്ങൾ ഗോ ഔട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ തവണ ക്യാമ്പയിന്. 40ഓളം കുട്ടികളുടെ തലയില്ലാത്ത ജഡമാണ് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചത്. ആ 40 കുട്ടികളുടെ കണ്ണുനീരിന് വിലയില്ലാത്ത, അവരുടെ മാതാപിതാക്കളുടെ വേദനയ്ക്ക് വിലയില്ലാത്ത നിങ്ങൾക്കിപ്പോ പാകിസ്ഥാനികളോട് വേദന തോന്നുന്നല്ലേ? ആ കുഞ്ഞുങ്ങളോടുള്ള നിങ്ങളൊന്നും കണ്ടില്ലല്ലോ, നിങ്ങളുടെ പോസ്റ്റുകള്, നിങ്ങളുടെ വീഡിയോകളൊന്നും. പിന്നൊരു കാര്യമുണ്ട്, ISI പാകിസ്ഥാൻ അല്ലാത്തതുപോലെ, താലിബാൻ അഫ്ഗാൻ അല്ലാത്തതുപോലെ, IS സിറിയ അല്ലാത്തതുപോലെ ഹമാസ് പലസ്തീനും അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെ? ഗാസ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഹമാസ്. ഈ ഹമാസിനെ ചാരി നിന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഹമാസിന്റെ ഭീകരവാദത്തെ എതിർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തുകൊണ്ട് ഈ കേരളക്കരയിൽ അനേകം താത്താമാരും കാക്കാമാരും രംഗത്തിറങ്ങിയിരുന്നു. അതിനെതിരെ ഇടതനോ വലതനോ ജമാഅത്തെ ഇസ്ലാമിയോ ആരെങ്കിലും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൈപ്പിടിയിലാക്കണം. രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക രംഗവും തങ്ങളിലേക്ക് ഒതുക്കുക. അതിനുവേണ്ടി കയ്യും കാലും കൂട്ടിക്കെട്ടിയ നിലയിൽ മറ്റു മതവിശ്വാസികളെ ആക്കി തീർക്കുക. മറ്റു മതസ്ഥർ ഒരിക്കലും ഒരു മേഖലയിലും മേൽക്കോയ്മ നേടരുത്. ഇത് 1-2 ദിവസത്തെ പ്രോസസ് അല്ല. പതിറ്റാണ്ടുകളായി അനേകം തലമുറകളിലായിട്ട് ഇവര് പണിയെടുത്ത് അവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവർ ഈ ലക്ഷ്യത്തിലേക്ക് പതിയെ മുസ്ലിം സമുദായത്തെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇപ്പൊ തെരുവ് കച്ചവടം പൂർണ്ണമായിട്ടും ഇവരുടെ കരങ്ങളിലാണ്, ഇവരുടെ കൈകളിലാണ്. അതുപോലെ ലാൻഡ് ജിഹാദ് നമുക്കറിയാം. ഇവര് മസിൽ പവറിലൂടെയും മാൻ പവറിലൂടെയും പൊളിറ്റിക്കൽ പവറിലൂടെയും ഇവരതൊക്കെ നേടിക്കൊണ്ടിരിക്കുക. മത്സ്യ മേഖല, ഹലാൽ എന്ന തന്ത്രം ഉപയോഗിച്ചിട്ട് മാംസ മേഖല, ഇതെല്ലാം ഇവർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ ഏകദേശം ഇവരുടെ ഈ അജണ്ട, ഈ തന്ത്രം പൂർത്തിയായി എന്നവർക്ക് മനസ്സിലായി. പഴം, പച്ചക്കറി വിപണി, ഹോൾസെയിൽ കച്ചവടക്കാർ ഏറ്റവും മികച്ച വലിപ്പമുള്ള പഴങ്ങളും പച്ചക്കറികളും മുസ്ലിം കച്ചവടക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പലരും പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതര മതസ്ഥരായിട്ടുള്ള കസ്റ്റമർ പതിയെ അവരിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യം. ഒരു കടയിൽ ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഓട്ടോ വിളിക്കുന്നത് ആരെയാ? ആ സ്ഥാപനക്കാർ നമുക്ക് വിളിച്ചു തരും ഒരു വ്യാപാരിയായിട്ടുള്ള മുസ്ലിമിനെ. ഒരു ഓട്ടോക്കാരൻ ഉണ്ടാകും മുസ്ലിം ആയിട്ടുള്ള ഒരാള്. അപ്പൊ ഇവരുടെ സ്ഥാപനത്തിലെ ആ കച്ചവടക്കാർ, ആ വണ്ടിക്കാര് അവരുടെ സ്ഥാപനത്തിന്റെ ചുറ്റും തന്നെ ഉണ്ടാകും. എനിക്ക് അനുഭവമുള്ളതാ. മക്കൾ ബാംഗ്ലൂരിലും മംഗലാപുരത്തും ഒക്കെ പഠിക്കാൻ പോകും. അവർ നോക്കുന്നത് ഏതാ? ഇസ്ലാം മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ടോ, മുസ്ലിം അതോറിറ്റി ഉണ്ടോ? കാരണം അതിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഫീസിന് ഇളവുണ്ട്. ഞാൻ എന്റെ മോൾക്ക് MBBS സീറ്റ് നോക്കുവാണ്, എനിക്കറിയാം. ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ വിഷയത്തില്. സ്വർണ്ണക്കടത്ത് വലിയ രൂപത്തിൽ പണം കായ്ക്കുന്ന ഒരു മരമാണ് അൽ മുക്താദിർ. എത്ര കോടിയാണ് ഹലാൽ രൂപത്തിൽ തട്ടിച്ചു കൊണ്ടുപോയത്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ മാത്രമേ ഈ മേഖലയിൽ പാടുള്ളൂ. ഇതിന്റെ കാരിയർ ആണെങ്കിലും ഉമ്മറം ഗോൾഡ് ആണെങ്കിലും മലദ്വാർ ഗോൾഡ് ആണെങ്കിലും കൊണ്ടുവരുന്നത് ആരാണ്? ഗൾഫിലെ ജ്വല്ലറിക്കാരനാണ് അത് വാങ്ങുന്നത്. കാർ ഡ്രൈവർ, അവരെ സ്വീകരിക്കുന്നവര്, ജ്വല്ലറിക്കാര്, കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, അങ്ങനെ മറ്റു മതസ്ഥരൊന്നും ഈ മേഖലയിൽ പാടില്ല. ഞമ്മളു മതി എല്ലാത്തിനും മേലെ. ഒരു മുസ്ലിം നിവൃത്തിയുണ്ടെങ്കിൽ മറ്റൊരു മുസ്ലിമിന് മാത്രമേ എന്റെ കച്ചവടം കിട്ടാവൂ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സാധനത്തിന്റെ വിലയായിരുന്നാലും ശരി, സേവനമായിരുന്നാലും ശരി, ഹോട്ടൽ പണിയെടുക്കുന്ന 90% ആളുകളും നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരും കാക്കമാര് തന്നെയാണ്. അതായത് ഹോട്ടൽ ഇൻഡസ്ട്രി മുഴുവനും അവരുടെ കയ്യിലാണ് അതിന്റെ നട്ടലിരിക്കുന്നത്. മുസ്ലിം സ്ഥാപനങ്ങളിലെ അവരും പണിയെടുക്കും. കാരണം ഹലാലാണെങ്കിലേ വരും ആളുകള്.
മുസ്ലിം ആണുങ്ങളെ അധികമൊന്നും പഠിക്കാൻ വിടുന്നില്ല. ചെറുപ്പത്തിലെ തന്നെ അവർ ബിസിനസ് മേഖലകളിലേക്കാണ് വരുന്നത്. അതേസമയം പെൺകുട്ടികളെ പഠിക്കാൻ വിടും. എന്നിട്ട് അവർ പബ്ലിക്കിൽ വന്ന് സാധാരണ മുസ്ലിങ്ങളോട് പറയും അധികം പഠിക്കണ്ടെന്ന്. നമുക്കറിയാം, നമ്മുടെ ഒരു യുക്തിവാദി സുഹൃത്തുണ്ട് അസ്കർ അലി ഹുദവി. അവൻ പറഞ്ഞതാണ്, എന്നെ എന്റെ സ്ഥാപനത്തിൽ, ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നാണ്. കാരണം എന്താ? ബംഗ്ലാദേശികൾ, അഫ്ഗാനികൾ, പാകിസ്ഥാനികൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. അവർക്കെതിരെ ആയുധം എടുക്കണം പാടില്ല എന്നാണ് പഠിപ്പിച്ചത് എന്നാ പറഞ്ഞത്. ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മുമ്പ് പിന്നെ ഇന്ത്യൻ ആർമിയിലൊന്നും പ്രവർത്തിക്കുന്നതിന് അത്രയധികം സ്വാതന്ത്ര്യമൊന്നും മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല സുഹൃത്തെ. ഇപ്പോഴാണ് എല്ലാ മേഖലയിലും നമ്മൾ വരണം എന്ന് അബ്ദുസലാമിനെ പോലെയുള്ള ആളുകൾ, താങ്കളല്ല കേട്ടോ, നമ്മുടെ സുന്നി നേതാവുണ്ടല്ലോ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുന്നു അഗ്നിവീർ നമ്മൾ വേണം, അഗ്നിപഥ് നമ്മൾ വേണം, കസ്റ്റംസ് നമ്മൾ വേണം, പോലീസ് നമ്മൾ വേണം, എല്ലാത്തിലും നമ്മൾ വേണം എന്ന രൂപത്തിലേക്ക് ഇവര് എത്തിച്ചേരുന്നു. എന്താണ്? അനർഹമായ സംവരണം. എന്നിട്ട് അർഹമായ സ്ഥലത്ത് നിങ്ങൾ എന്തു പറയും? നമ്മളിപ്പോൾ മെജോറിറ്റി ആണ് കേട്ടോ, നമ്മൾ ന്യൂനപക്ഷം ഒന്നുമല്ല, പക്ഷെ ആ സംവരണങ്ങളിലാണ് ഇവർ ഈ രാജ്യത്തെ തകർക്കുന്ന അജണ്ടകളിലൂടെ നുഴഞ്ഞു കയറുന്നത്. ഓൺലൈൻ റേറ്റിംഗ് ഒരു ഹിന്ദു കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എത്ര നല്ല സാധനമായിരുന്നാലും ശരി അതിന് നെഗറ്റീവ് കമന്റ് ഇടണം എന്ന രൂപത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുന്നതാണ്. സൊമാറ്റോ, അതുപോലെ പല മേഖലകളിലും നമ്മൾ ആ രൂപത്തിൽ മാത്രമേ അതിനെ കണ്ടാ മതി എന്ന പ്രോഡക്റ്റുകൾ എന്തായിരുന്നാലും ശരി. മറ്റേ മുസ്ലിങ്ങൾക്കാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗും കൊടുക്കും. എന്തിനാണ് ഇതൊക്കെ? മുസ്ലിം കടകളിലും മിക്കവാറും എല്ലാ പുരുഷ ജീവനക്കാരും മുസ്ലിങ്ങളായിരിക്കില്ലേ, സ്ത്രീകളോ മറ്റു മതസ്ഥരുമായിരിക്കും. ഇതൊക്കെ എന്തിന്റെ പേരിലാണെന്ന് നമുക്കറിയാം. ഇതിന്റെ പിന്നിലാണ് ലവ് ജിഹാദ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അസുഖം വന്നാൽ മുസ്ലിം ഡോക്ടറും ആശുപത്രിയും വേണം, ഫസ്റ്റ് പ്രിഫറൻസ് അവരായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ചോയ്സ് മാത്രമേ സെക്കൻഡറി ആയിട്ട് ഇവരെടുക്കൂ. ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. ഇത് ഒരു ബിസിനസ് ജിഹാദാണ്. സുഡിയോയ്ക്ക് ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ സ്വീകാര്യത ലഭിക്കുന്നു. അതുകൊണ്ട് ആ കച്ചവടം നമ്മുടേത് പോകുന്നു. അതുകൊണ്ട് ഏതോ കച്ചവടക്കാരന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയം ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്രവാദം തുപ്പാൻ പറ്റിയ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് ടൂളാണ് ഈ സാഹചര്യം, പ്രത്യേകിച്ച് ബലിപെരുന്നാൾ. അതുകൊണ്ട് ഇതിനെ എടുത്ത് അവർ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പിള്ളേർ വിചാരിച്ച് സൂര്യയുടെ ഒരു രോമത്ത് പോലും തൊടാൻ പറ്റില്ല എന്നുള്ള വാസ്തവവും അവരുൾപ്പെടെ എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്ത് 60 കോടി രൂപ ചെലവാക്കി ടാറ്റ ഹോസ്പിറ്റൽ പണിതത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കാസർഗോഡാണ് എന്നതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. ആരിഫ് ഹുസൈൻ, ഇന്ന് SIOയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇത് പ്രതീകാത്മക സമരം എന്നാണ്. അപ്പം എന്തായാലും പെരുന്നാൾ നാളെ തീരും, മറ്റന്നാൾ ഇനി എങ്ങോട്ടാണാവോ മാർച്ച് നടത്തുക? പ്രതീകാത്മക സമരമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് നടത്താൻ കഴിയുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു സമര രീതി അല്ലെങ്കിൽ ഒരു പ്രതികരണ രീതി തന്നെയാണ് ഈ തരത്തിലുള്ള ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO എന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ട് ചെയ്തു, പക്ഷെ ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് സ്റ്റുഡൻസ് എന്നൊന്നും പറയേണ്ടത്, ഇത് മദ്രസ ജീവികളാണ് സംഗതി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അത് ഒന്ന് തിരുത്തുന്നല്ലാണ്. അപ്പോൾ മദ്രസ ഇസ്ലാമിക് ഓർഗനൈസേഷൻ, മദ്രസ ഒരു ഓർഗനൈസേഷൻ, അത്രേ ഉള്ളൂ. സ്റ്റുഡൻസ് എന്നൊക്കെ ഇടുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവർ മുന്നിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു ഫോൾസ് പ്രമിസ് സെറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കൊല്ലുന്ന ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. കുട്ടികളെ ഇസ്രായേൽ മനഃപൂർവ്വം ഇന്റൻഷനലി ജനോസൈഡ് നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി, അത് കുട്ടികൾ ഒരു ഗാസൻ കുട്ടി അതിൽ പോകുന്നുണ്ട്, നമുക്ക് വെടിവെച്ച് കൊന്നേക്കാം എന്ന ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഒരു കുട്ടിയെ കൊന്നതിന്റെ ഒരു തെളിവ് അവർ മുന്നോട്ട് വെക്കുക. അങ്ങനെ അത് അവർക്ക് തെളിയിക്കാൻ സാധിച്ചു. അവർ പറയുന്ന പണി നമ്മൾ എടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതുവരേക്കും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ, ഫ്രീ പ്ലേ സ്റ്റേഷൻ, അത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടികളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഫ്രീ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനത്തിനോടൊന്നും വീഴാനൊന്നും നമ്മളെ കിട്ടില്ല. കാരണം ഇത് കുറെ കാലം ഈ ജൂതവിരുദ്ധതയും കൊണ്ട് നടന്ന് ഇവരെ ഈ പൊക്കി വെക്കുന്ന ഈ കള്ളക്കഥയും വിശ്വസിച്ച് നടന്നിരുന്ന ഒരാളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരു എന്താ പറയുക, ഒട്ടക ആലയത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പച്ചയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, ഇതൊരു പച്ച നുണയാണ്. പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു വാദവും ഇത് വെച്ചുകൊണ്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകവും ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇതിന് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുണ്ട്. അത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാം. അത് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിപ്പോ നമ്മളിത് അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇത് മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് സത്യത്തിൽ ഇവർ തന്നെ തെളിയിക്കുന്നത്. കാരണം എന്താണ്, ഇവർ ഈ ഒന്നിന് തുടർച്ചയായിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു വെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്,
തുടക്കത്തിൽ പറഞ്ഞു ഇത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു സാധനമാണ്. പ്രതീകാത്മകമാണ്. എന്താണ് പ്രതീകാത്മകമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം? ഇതിനകത്തൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല. ഇപ്പോൾ മഹാത്മാഗാന്ധി ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെയുള്ള സ്വദേശി മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില നോ കോപ്പറേഷൻ മൂവ്മെന്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ആ വർണ്ണവിവേചനം നിന്നിരുന്ന സമയത്ത് അവിടെ വർണ്ണവിവേചനത്തിന് വഴിവെച്ചിരുന്ന ചില ട്രാൻസ്പോർട്ട് കമ്പനികളെ ബഹിഷ്കരിക്കുക, ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ വിഷയം, അതായത് ഏത് വിഷയത്തെ മുൻനിർത്തിയാണോ ഈ പ്രതീകാത്മകമായിട്ട് ഇത് ചെയ്യുന്നത്, ആ വിഷയത്തിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരിക, അതിനകത്തേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കാര്യം കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് സ്വന്തം മൂട്ടിൽ നമ്മൾ ഹമാസ് വിടുന്ന വെടിക്കോപ്പ് പോലെ തന്നെയായി പോയി ഈ സാധനം എന്നുള്ളതാണ് ഞാൻ പറയുക. സ്വന്തം മൂട്ടിലാണ് കൊണ്ടത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ മാതിരി ഈ സുഡിയോ എന്ന് പറയുന്നത് ഇത് ടാറ്റയുടെ കീഴിലാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മളത് അന്വേഷിച്ചത് ടാറ്റയുടെ. അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അത് 2 വാങ്ങിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി വാങ്ങുന്ന അവസ്ഥയാണ്. ഇതാണ് ഇന്ന് നാട്ടുകാർ മുഴുവൻ ചെയ്യുന്നത്. ഒന്നത്. 2, ഈ പ്രതീകാത്മകമായിട്ട് ഇവരെടുത്തു വെച്ച ആശയം അതെന്താണ്? അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ വർണ്ണവിവേചനത്തിനെതിരെ ഒരു ബഹിഷ്കരണം ഇതുപോലെ നടത്തുമ്പോൾ ആ ബഹിഷ്കരണത്തിന് മുന്നിൽ അവർ ഉയർത്തിവെക്കുന്ന ആ ആശയം എന്താണ്? അത് വർണ്ണവിവേചനമാണ്. അപ്പം നമ്മൾ ആ വർണ്ണവിവേചനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, പഠിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ, ഇത് ബഹിഷ്കരണം, ഇത് വാലിഡാണ്, ഇതിനകത്തൊരു കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതിനോട് ആളുകൾ യോജിക്കുന്നു. അതിനകത്തൊരു എന്താ പറയുക, ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കി ആ വിഷയത്തിൽ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു പ്രഷറൈസേഷൻ ആയിട്ട് അത് മാറുന്നു. എന്നാൽ ഇവിടെ എന്താ ഇവിടെ സംഭവിച്ചത് ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവര് സുഡിയോ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ബഹിഷ്കരണം? അവിടെ കുട്ടികളെ കൊല്ലുന്നു. അപ്പൊ അവിടുത്തെ ആദ്യത്തെ ചോദ്യം, ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം തന്നെയാണ്, ആ വെല്ലുവിളി തന്നെയാണ്. കുട്ടികളെ അങ്ങനെ ഇതുപോലെ പിടിച്ചു കൊല്ലണം എന്ന ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടി കുട്ടികളെ തെരഞ്ഞു പിടിച്ച് ഇസ്രായേൽ കൊല്ലുന്നു എന്നതിനുള്ള തെളിവ് ഒരെണ്ണം വെക്കുക. അത് കാണാനില്ല എന്ന് മാത്രമല്ല, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒക്ടോബർ 7-ന് ജൂതന്മാരാണ് അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടി കൊല്ലണം എന്ന ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ 1200ഓളം ആളുകളെ വെടിവെച്ച് കൊന്നതും അതിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയ തായ്ലൻഡുകാരാണ്. ഞാൻ ആ സ്ഥലം നേരിട്ട് സന്ദർശിച്ചിട്ടുള്ള ആളായതും കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു കിബുട്സിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ അവിടെ ഇതുപോലെ അറ്റാക്ക് നടക്കുന്നു കണ്ടപ്പോൾ അവിടെ പണിക്കാരായിട്ടുണ്ടായിരുന്ന ഈ സൈറൺ മുഴങ്ങി കേൾക്കുമ്പോൾ അവർ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബോംബ് ഷെൽട്ടറിലേക്ക് ഓടി കയറിയപ്പോൾ അത് തായ്ലൻഡിൽ നിന്നുള്ള കുറച്ച് ജോലിക്കാരായിരുന്നു, 7-8 പേരുണ്ടായിരുന്നവർ. അവരതിനകത്തേക്ക് ഓടി കയറിയപ്പോൾ അതിനകത്തൊരു നട്ടിടുന്ന അതിൻ്റെ ഒരു ഹോളിലൂടെ ഈ വിഷവാതകം സ്പ്രേ ചെയ്തിട്ട് അവരെ പുറത്തേക്ക് ചാടിച്ചിട്ട് ഓടുന്ന വേളയിൽ അവരെ പിന്നീന്ന് വെടിവെച്ച് കൊല്ലുന്ന ആ തരം തീവ്രവാദമാണ് സത്യത്തിൽ ഈ ഹമാസ് ഇവിടെ ചെയ്തത്. അവരെയാണ് ഈ ഫ്രീ പ്ലേ സ്റ്റേഷൻ പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഫ്രീ പ്ലേ സ്റ്റേഷൻ എന്നേ ഇതിന് പറയാൻ കഴിയുള്ളൂ. അത്രയൊക്കെ ഇതിനകത്ത് അർഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെ ചെയ്ത ആളുകൾ അവിടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. ആ ബീബാസ് കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് അവരെ ആ ശവശരീരം വെച്ചുകൊണ്ട് അവിടെ നടത്തിയ ആ ഡാൻസും കളിയും ആ പാട്ട് വെച്ചിട്ട് അവർ നടത്തിയ പേക്കൂത്ത് അതിവിടെ ആരും മറന്നിട്ടില്ല. അതിൻ്റെയൊക്കെ മുന്നിൽ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഫ്രീ പ്ലേ സ്റ്റേഷൻ. അത് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് സ്വന്തം ജനതയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ നടത്തുന്ന ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനെ ഇവിടെ ജനോസൈഡ് എന്ന് വിളിക്കാൻ നമ്മളെ കിട്ടില്ല. അത് ആദ്യം നിങ്ങൾ പ്രൂവ് ചെയ്യുക. അതിന് നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക. ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. UN പോലും അവിടെ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 14,000 പേര് ഇപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ബിരിയാണി കൊടുത്താൽ ഇപ്പം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ 48 മണിക്കൂർ ഒരു കണക്ക് വരെ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ ഉണ്ടായത്? UN പോലും കണക്ക് പിൻവലിക്കേണ്ടി വരുന്നു, പത്രങ്ങൾ തിരുത്തേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത, ഇതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കൂട്ടത്തിലേക്ക് വെടിവെച്ചു, ഇസ്രായേൽ വെടിവെച്ചു, എന്നിട്ട് 30 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. പത്രങ്ങൾ ഇപ്പോൾ മാപ്പെഴുതി അവിടെ മരിക്കുകയാണ്. കാരണം എന്താണ്? തെറ്റുപറ്റിപ്പോയി. വെടിവെച്ചതിന്റെ ചിത്രം, വീഡിയോ അവിടെ ഇസ്രായേൽ പുറത്തേക്ക് വിട്ടു. ഹമാസ് തന്നെ സ്വന്തം ജനതയെ വെടിവെച്ചിട്ടെന്നാണ് കണ്ടത്. അപ്പൊ അവിടെ പറയേണ്ട അവസ്ഥ വന്നു, ഇത് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചില്ല. വാഷിംഗ്ടൺ പോസ്റ്റ് അവിടെ വാർത്ത ഇടുകയാണ്, മാപ്പെഴുതിയിടുകയാണ്, വാർത്തകൾ ഡിലീറ്റ് ചെയ്യാണ്. ഇതൊന്നും നമ്മളുടെ കാക്കാമാർക്ക് അറിയണ്ട. ഇവിടെ ഇരുന്ന് മെഴുകുന്ന ഒരു ഇതുപോലെയുള്ള വെങ്കായത്തിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അവരാരൊക്കെ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ വെച്ച് പണ്ട് പള്ളിയിൽ നിന്ന് ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ട് ഇതേപോലെ കിടന്ന് പറയും. അതിനപ്പുറത്തേക്കൊന്നും ഇതുപോലുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ മുസ്ലിം സമുദായം ഇത്രമാത്രം അധപ്പതിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. സ്വന്തം തലച്ചോറ് നിങ്ങൾ ഹൃദയം കൊണ്ടായിരിക്കും ചിന്തിക്കുക, അതെൻ്റെ വിഷയമല്ല. പക്ഷെ നമ്മൾ പറയുന്നു നിങ്ങൾ തലച്ചോറുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിച്ച് തുടങ്ങുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളുടെ കീഴിൽ ഇതുപോലെ തലവെച്ച് ഇതുപോലെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ ഇതുപോലെ നമ്മൾ പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ വരികയാണ്. ഈ ബഹിഷ്കരണത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഒരു ആഗോള സാഹോദര്യമാണോ? അല്ലെങ്കിൽ ഇതേപോലെ ജനോസൈഡ് എവിടെ നടന്നാലും ഇത് ചെയ്യുന്നുണ്ടോ?
അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്. പഹൽഗാമിൽ അറ്റാക്ക് നടന്നപ്പോൾ ഇവരൊന്നും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ അതിലോട് ഒരു ഇതുപോലെ ഒരു ബഹിഷ്കരണം എന്നുള്ള രീതിയിൽ തുർക്കിയെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അതിനെ പുച്ഛിച്ച ആളുകളാണ് ഇവർ. ഇതെന്തിനാ തുർക്കിയെ ബഹിഷ്കരിക്കുന്നത് എന്ന് ചോദിച്ച് നടന്നിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളോട് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ നമ്മൾ അന്ന് പറഞ്ഞു, അത് ദേശസ്നേഹം, സ്വന്തം ജനതയെ വന്ന് വെടിവെച്ച് കൊല്ലുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീവ്രവാദത്തോടുള്ള അല്ലെങ്കിൽ വർണ്ണവിവേചനത്തോട് എങ്ങനെയാണോ നിങ്ങൾക്കൊരു പ്രതീകാത്മകമായിട്ടൊരു സമരം ചെയ്യാൻ സാധിക്കുന്നത്, അത് തന്നെയാണ് അവിടെ അന്ന് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് മതം അതിനകത്ത് ചേർക്കാൻ കഴിയില്ല. അത് തീവ്രവാദത്തിനെതിരെയായിരുന്നു അന്ന് ആ ബഹിഷ്കരണം. ആ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന തുർക്കി. അത് വെറുതെ എഴുതുകയല്ല. വെങ്കായം നസീർ ഉൾപ്പെടെ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടെ പബ്ലിഷ് ചെയ്തു, ഇവിടെ രഹസ്യമായിട്ട് വിതരണം ചെയ്ത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് 2047 മിഷൻ 2047 എന്ന് പറഞ്ഞ് എഴുതി വെച്ച സാധനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. അതായത് when the final showdown comes, നമുക്ക് നമ്മളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഫോറിൻ രാജ്യങ്ങൾ വരും, അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് അവർ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യം തുർക്കിയാണ്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വെറുതെ ഒന്നുമല്ല ഈ സാധനത്തിന് വേണ്ടിയിട്ട് ബിരിയാണിക്ക് വെള്ളം വെച്ച് നടന്നത്, മൂരിയെ ഇതുപോലെ അറക്കാൻ വേണ്ടി വെച്ച് കൊണ്ട് നടന്നിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള, ഇത് പെരുന്നാളിന് അറക്കാൻ വെച്ച ഒരു രാജ്യം തന്നെയാണ് ഈ പറയുന്ന തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ബഹിഷ്കരിച്ചിട്ട് അതൊരു തീവ്രവാദ രാഷ്ട്രമാണ്, തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന രാഷ്ട്രമാണ്, അവരെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാം എന്നുപോലെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള പിമ്പിങ് പണി നടത്തുന്ന ആളുകൾ, അത് ആര് തന്നെയായാലും, അതിനിപ്പോൾ വെങ്കായ നസീർ ആയാൽ പോലും നമുക്ക് അതിനെ തള്ളി പറയാതെ നിവൃത്തിയില്ല. ഇത് രാജ്യദ്രോഹമാണ്, മാനവിക വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇതിലെ പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതീകാത്മകം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഇതിനകത്ത് എടുത്തു വെക്കുന്ന പ്രതീകം? അതാണ് നമ്മുടെ വിഷയം. ഇവിടെ നിങ്ങൾ മാനവികതയാണോ പൊക്കി വെക്കുന്നത്? മാനവികതയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഗാസയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, തൊട്ടപ്പുറത്ത് അയൽ രാജ്യങ്ങൾ ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു, അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും മാനവികതയുടെ അടിസ്ഥാനത്തിൽ എപ്പോഴെങ്കിലും ഒരു സാധനം പൊക്കി പറഞ്ഞിട്ടുണ്ടോ? അഫ്ഗാനിൽ കുട്ടികൾ ഈ 2015 ശേഷം എത്ര പേര് മരിച്ചിട്ടുണ്ട്? ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തപ്പെടും സ്വന്തം, അതായത് ഒരു തലമുറയായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന അഫ്ഗാനികളായിട്ടുള്ള അഭയാർത്ഥികളായിട്ട് ജീവിച്ചിരുന്ന ആളുകളെ 4 ലക്ഷം പേരെയാണ് ഒരു മാസത്തിനുള്ളിൽ തിരിച്ച് അഫ്ഗാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയും പോവാത്തവരെ വെടിവെച്ചിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞോ? ഈ സാധനം പ്രതികരിക്കണമെന്നൊക്കെ പോട്ടെ, നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി ഇപ്പുറത്ത് ബംഗ്ലാദേശിലെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു, അവരെ തീയിടുന്നു, വീട് കത്തിക്കുന്നു, ആളുകളെ ബലാത്സംഗം ചെയ്യുന്നു. നിങ്ങൾ അറിഞ്ഞോ അതിനെക്കുറിച്ച്? നിങ്ങൾ എവിടെയെങ്കിലും പ്രതീകം പൊക്കി വെച്ചോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പ്രശ്നം മാനവികതയൊന്നുമല്ല, നിങ്ങളുടെ പ്രശ്നം മതമാണ്. നിങ്ങളുടെ പ്രശ്നം ഈ സ്വന്തം കാക്കാമാരോടുള്ള ഈ ഒരു സ്നേഹം, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അംബേദ്കർ എന്താ പറഞ്ഞു വെച്ചത്? ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഈസ് നോട്ട് യൂണിവേഴ്സൽ, ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് കോർപ്പറേഷൻ. അവിടെ ആ ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഈസ് ബിറ്റ്വീൻ മുസ്ലിം ടു മുസ്ലിം, ഡമ്മി ടു ഡമ്മി എന്ന് പറയുന്ന മാതിരി മുസ്ലിം ടു മുസ്ലിം, അത്രേ ഉള്ളൂ. അതിനെ നിങ്ങൾ ഇതേപോലെ വലിയ ആഗോള തലത്തിലേക്ക് ഇങ്ങനെ പറിച്ചു പൊട്ടിക്കാന്ന് വിചാരിച്ചാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇത് വിവരമുള്ള ആളുകൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ നമ്മൾ മതവിരോധിയാണെന്ന് പറയും. അംബേദ്കർ മതവിരോധിയാണെന്ന് നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ അംബേദ്കറെ നിങ്ങൾ തള്ളി പറയും, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? പോപ്പുലർ ഫ്രണ്ടിന് തന്നെ ഡോക്യുമെന്റിൽ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മിഷൻ 2047 എന്താണ് നമ്മുടെ ലക്ഷ്യം? ഇസ്ലാമിക രാജ്യമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ കൂട്ടുപിടിക്കണം. അതിൽ ഒന്നാമത്തേത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത്തേത് ഇന്ത്യൻ പതാക, മൂന്നാമത്തേത് അംബേദ്കർ ആണ്. ഈ 3 സാധനങ്ങളെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകണം. എന്നിട്ട് നമ്മളുടെ പഴയ ലക്ഷ്യം, ആ സംഭവം അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ 3 സാധനങ്ങൾ എടുത്ത് കാട്ടിൽ കളയണം, കുപ്പയിൽ എറിയണം, എന്നിട്ട് നമ്മൾ അവിടെ ശരിയാ പൊക്കി വെക്കണം. ഇതാണ് നിങ്ങളുടെ കിതാബിൽ എഴുതി. അപ്പോൾ അംബേദ്കർ, കോൺസ്റ്റിറ്റ്യൂഷൻ, പതാക, നാഷണൽ ആന്തം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, മതരാഷ്ട്രത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള വെറും ചവിട്ടുപടികൾ മാത്രമായിട്ട് നിങ്ങൾ അതിനെ അവിടെ അവമതിക്കുന്നതാണ് നമുക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിഷയമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ ഈ സാധനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലിരിപ്പ്, നിങ്ങൾ ഈ നീലക്കുറുക്കനാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ഇരുന്ന് വെളുപ്പിക്കലൊക്കെ നിർത്തിയിട്ട് ഈ തരത്തിലുള്ള നുണ പറയുന്നതിലൊക്കെ നിങ്ങൾ പെട്ടുപോകുന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നിർത്തിയിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലാത്ത കാലത്തോളം ഞാൻ ആദ്യം പറഞ്ഞ ആ വെല്ലുവിളി ഞാൻ വീണ്ടും വെച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്രയുള്ളൂ. അതായത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഒരു തെളിവ് കൊണ്ടുവരാം. ജൂതനാണ്, അവനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ ഒക്ടോബർ 7 നിങ്ങൾ അവിടെ കയറിക്കൊണ്ട് നടത്തിയ, ഗാസക്കാർ അവിടെ കൊണ്ട് നടത്തിയ ആ തീവ്രവാദം, ആ ജനോസൈഡ് പോലെ കൃത്യമായ ഇന്റൻഷൻ, ജനോസൈഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് ഇന്റൻഷൻ വേണം, 2 അവിടെ കൊല്ലണം ആ കാരണത്തിന്റെ പേരിൽ. അങ്ങനെ ഈ ഇന്റൻഷനും അങ്ങനെ തെരഞ്ഞുപിടിച്ച് കൊല്ലലും രണ്ടും കാണുന്ന രീതിയിൽ ഇസ്രായേൽ എപ്പോഴെങ്കിലും ഗാസയിലുള്ള ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരാം. ഒരെണ്ണം മതി. നിങ്ങൾ പറയണ പണി നമ്മൾ എടുക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മാത്രമല്ല,
ഒരിക്കലും സാധിക്കുകയില്ല. കാരണം എന്താണ്, അവിടെ ഇസ്രായേലിന്റെ ആ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷനും ഹമാസിന്റെ ചാർട്ടർ നിങ്ങൾ എടുത്ത് വായിക്കുക. ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് അവസാനത്തെ ജൂതനെയും ഇല്ലാതെയാക്കുന്നവരെ നമ്മൾ പോരാടും, ജിഹാദ് ചെയ്യുന്നതാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈബറിങ് കൺട്രീസുമായിട്ടുള്ള സമാധാനപൂർവ്വമായിട്ടുള്ള കോ എക്സിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ്. 1937 മുതൽ 48 മുതൽ 67 മുതൽ ഓരോ തവണ പീസ് ശ്രമങ്ങൾ നടത്തിയപ്പോഴും അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് ഇന്നും ഇവിടെ കിടന്ന് മൂങ്ങുന്നത് ആരാണ്? അത് ഈ പറയുന്ന പാലസ്റ്റൈൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇരവാദമൊക്കെ നിർത്തിയിട്ട് വസ്തുതകൾക്ക് പിന്നാലെ പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മറുപടികൾ വരുമ്പോൾ കിടന്ന് മൂങ്ങാൻ നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാനമുണ്ട്. അതുകൊണ്ട് അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഫ്രീ പ്ലേ സ്റ്റേഷൻ. ഓക്കെ, ഇവരുടെ പ്രതികരണങ്ങൾ സെലക്റ്റീവാണ്. ഗസയിലെ സംഘർഷം അവസാനിച്ച കേരളത്തിലെ ഇടതു പാർട്ടികൾ ഇനി എന്ത് ചെയ്യും? ഏതായുധമാണ് എടുത്തിനി പ്രയോഗിക്കാൻ പോകുന്നത്? ഈ സംവാദം അവസാനിക്കാൻ 6 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പാനലിസ്റ്റുകൾ അഭിപ്രായം ചുരുക്കി പറയുക. ശ്രീ RV ബാബു, ഗസയിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തുന്നു, അവരുടെ ചോരയുടെ മണമുള്ള വസ്ത്രങ്ങൾ ടാറ്റയുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങരുത്, ഇത്തരത്തിലുള്ള നറേറ്റീവുമായി എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? അല്ല, ഈ പ്രചരണങ്ങൾക്കൊന്നും വലിയ ആയുസില്ല. ജനങ്ങളത് തള്ളിക്കളയും. കാരണം ഇവരുടെ കാപട്യം ഇന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. പഴയ കാലമല്ല, പുതിയ കാലം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്ന, നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ലഭ്യമാകുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഓരോ ചോദ്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ആരിഫ് അടക്കം അല്ലെങ്കിൽ ജാമിദ ടീച്ചർ, വിപിനൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അവർക്കിത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് വളരെ എളുപ്പത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങളാണെന്നേ. മുമ്പ് പറഞ്ഞ കള്ളത്തരങ്ങൾ ഇപ്പോൾ അങ്ങനെ തന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ കൺമുമ്പിൽ കാണുകയല്ലേ. ഞാനിവിടെ പറയാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ലോകത്ത് ഇസ്ലാമിക ഭീകരവാദത്തെ നേരിടുന്നതിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ കൺമുമ്പിലുള്ളത് ഇസ്രായേലാണ്. ഭീകരവാദത്തെ എതിർക്കുമ്പോൾ ഭീകരവാദത്തെ ഈ ഞഞ്ഞാപിഞ്ഞ ഭാഷയിൽ എതിർത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഭീകരവാദത്തെ എതിർക്കുമ്പോൾ അതിൻ്റെ പത്തിക്കടിച്ച് അതിനെ വേരോടെ പിഴുത് കളയണം. അതിൽ യാതൊരു സംശയമില്ല. അവിടെ കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ് എന്നുള്ള ഈ പറയുന്ന വിക്ടിം വാദം കൊണ്ടുവന്ന്, ഇരവാദം കൊണ്ടുവന്ന് ന്യായീകരിച്ച് എല്ലാ കാലഘട്ടത്തിലും ഈ ഭീകരവാദികൾ ഉയർത്തുന്ന ഇത്തരം വിക്ടിമൈസേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഞങ്ങൾ ഇരകളാണ് എന്നുള്ള കരച്ചിൽ, ആ കരച്ചിൽ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് അതിനെ ഒന്നും വകവയ്ക്കാതെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. മറ്റൊരു രാജ്യം ഞാൻ കാണുന്നത് ചൈനയാണ്. ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഈ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. മനുഷ്യാവകാശ ധ്വംസനം എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് ഷിൻജിയാങ് പ്രദേശത്തെ ഉയ്ഗുർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മിണ്ടാത്തത്? എന്താണ് മിണ്ടാത്തത്? കാരണം അതിന് മിണ്ടാൻ പറ്റില്ല. കാരണം ചൈനയുടെ ഫണ്ടും കൂടി വാങ്ങിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈന, അവർക്കറിയാം ഇത് പാഷാണമാണ്, ഇത് അങ്ങേയറ്റം കാളകൂട വിഷമാണ്, ഈ സാധനത്തിനെ ഒരു കാരണവശാലും, കാരണം ലോക മാനവരാശിക്കുമേൽ പതിച്ചിട്ടുള്ള ഒരു അശനിവാദമാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം. ലോക മാനവരാശിയുടെ സമാധാനത്തിനും ശാന്തിക്കും നേരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇസ്ലാം സമാധാനമാണെന്നൊക്കെ പറയാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് അസമാധാനമായതുകൊണ്ടും ഭീഷണി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ചൈന അത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അതുകൊണ്ട് ഉയ്ഗുർ മുസ്ലിങ്ങളുടെ പത്തിക്കടിച്ച് അവിടെ മുഹമ്മദ് എന്നുള്ള പേര് പോലും ഇടാൻ അനുവാദമില്ലാതെ, അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ അനുവാദമില്ലാതെ അവിടുത്തെ ഉയ്ഗുർ മുസ്ലിങ്ങളെ അടിമവേല ചെയ്യിപ്പിക്കുന്ന ചൈനയെക്കുറിച്ച് ഇവർക്ക് ഒരക്ഷരം മിണ്ടാനില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടില്ല. കാരണം ചൈനയാണല്ലോ, ചൈനയാണെങ്കിൽ ചങ്കിലാണ്. അപ്പോൾ ചങ്കിൽ ചൈന ഉള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും അതിന് ഇടതുപക്ഷക്കാർക്കും അതിനെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ചൈനയും ഇസ്രായേലും, പിന്നെ റഷ്യയുണ്ട്, ഒരു പരിധിവരെ റഷ്യയും നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യൂറോപ്യൻ കൺട്രീസൊക്കെ അതിന് സത്യം പറഞ്ഞാൽ ഈ ഇസ്ലാമിക ഭീകരവാദത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ചും അല്ലെങ്കിൽ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവരനുഭവിക്കുകയാണ്. ഫ്രാൻസ് അനുഭവിക്കുന്നു, UK അനുഭവിക്കുന്നു, അമേരിക്ക അനുഭവിക്കുന്നു. ഇവരൊക്കെ ഈ ജനാധിപത്യം, മതേതരത്വം ഒന്നും ചൈന പറയാൻ തയ്യാറില്ല.
ഈ ജനാധിപത്യ മതേതരത്വമൊന്നും ഇസ്രായേൽ പറയാൻ തയ്യാറല്ല എന്ന് ഇത് പറഞ്ഞ് ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് ഭാരതം നിർത്തുന്നോ അന്ന് മാത്രമേ ഭീകരവാദത്തിൽ നിന്ന് ഭാരതത്തിന് മോചനമുള്ളൂ. ഇതുപോലുള്ള ആളുകളെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യണം, സർക്കാർ കൈകാര്യം ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഇന്ത്യയിൽ ഭീകരവാദത്തിനെ ഇപ്പോൾ പഹൽഗാമിനെ തിരിച്ചടിയായിട്ട് ചൈന പാകിസ്ഥാനിലേക്ക് കയറി അടിച്ചില്ലേ, ഇതേപോലെ തന്നെ ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാവോയിസ്റ്റ് ഭീകരന്മാരെ കൈകാര്യം ചെയ്ത മാതിരി ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാരെയും കൈകാര്യം ചെയ്തേ പറ്റൂ, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെയും കൈകാര്യം ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ ഇന്ത്യ എന്നുള്ളത് ഒരു സമാധാനത്തിൻ്റെ രാജ്യമായിട്ട് നിലനിൽക്കൂ എന്നുള്ളത് ഞാൻ തുറന്നു പറയേണ്ടി വരികയാണ്. കാരണം അത്രമാത്രം വലിയ അപകടം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ നേരിടുകയാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളാണ് അവർ. ഓക്കെ നസീർ, ഇനിയെങ്കിലും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമോ? എനിക്ക് 1 മിനിറ്റെങ്കിലും തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു വിഷയത്തിൽ നിങ്ങൾ ഇത് അനീതിയാണ്. അനിൽ നമ്പ്യാർ സാർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പക്ഷേ നമ്പ്യാർ സാർ ചോദിക്കുകയാണ്, ഇത് അനീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇനിയെങ്കിലും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമോ? നാട്ടില് വർഗീയ വിഷം കലർത്താൻ പ്രചരിപ്പിക്കാനും നിങ്ങൾ ഇഷ്ടം പോലെ സമയം കൊടുക്കും. എനിക്ക് നിങ്ങൾ 2 മിനിറ്റ് വരെ നിങ്ങൾ എനിക്ക് തരില്ല. ഇത് അനീതിയാണ്. 1 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. നീതിപൂർവ്വം ഞാൻ പെരുമാറുകയാണ്. 1 മിനിറ്റ്, പെട്ടെന്ന്, സമയമില്ല. നിങ്ങളെ ബാബു ചാട്ടനായിരുന്നാലും ശരി, ഈ ജാനകി ടീച്ചറായാലും ശരി, BJP-യുടെ സുഹൃത്തായാലും ശരി, ആലിഫ് ഹുസൈനായാലും ശരി, സംസാരിക്കുന്നില്ല ഒരു വിഷയം ഇവിടെ ഒരു ഭാഗത്താണ്, മറുഭാഗത്ത് ഞാൻ മാത്രം. അത് നിങ്ങൾ ഇത് കാണുന്നവർക്ക് മനസ്സിലാകും നിങ്ങളുടെ അജണ്ട. നിങ്ങളുടെ അജണ്ട നമ്മൾ ആരോടും സംവാദത്തിന് തയ്യാറാണ്. വലിയ മൗലവിമാരെ കൊണ്ടുവരൂ, നിങ്ങളൊരാളുടെ നമ്പർ പറയും, ഞാൻ വിളിച്ചോളാം. കൊണ്ടുവരൂ. നസീറെ, ജാമിദ ടീച്ചറും ആരിഫ് ഹുസൈനും അതുപോലെ RV ബാബു ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരൂല്ല. നമ്മൾ വിളിക്കാത്തതല്ല. കാളക്കൂട്ടമാണ് നിങ്ങളുടെ നാട്ടിലെ പ്രചരിപ്പിക്കുന്നത്. ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം അത് മനസ്സിലായി. ശരി, എല്ലാവർക്കും കട്ട് ചെയ്ത് മാറ്റും. യെസ്, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ സമയപരിമിതി കൊണ്ട് ഞാൻ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും സ്റ്റുഡിയോയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയണ്ട, ഒറ്റ കാര്യം വലിയ പെട്ടെന്ന് പറയാം. ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഫ്രീ പ്ലേ സ്റ്റേഷൻ, ആ ബന്ദികൾ എത്രയും പെട്ടെന്ന് വിട്ടയച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് അവരെ വിട്ടയക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, ഫ്രീ പ്ലേ സ്റ്റേഷൻ. ഓക്കെ സ്റ്റുഡിയോ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു പരസ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ടാറ്റ ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് ആണ് സ്റ്റുഡിയോ എന്നറിഞ്ഞതോടെ കൂടുതൽ ആളുകൾ സ്റ്റുഡിയോ സ്റ്റോറുകളിലേക്ക് ഒഴുകി എത്തുകയാണ്. പരസ്യം ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് പലരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. 3 ദിവസം കൂടുമ്പോൾ സ്റ്റുഡിയോ ഇന്ത്യയിൽ ഒരു ഷോറൂം തുറക്കുന്നു എന്നതാണ് കണക്ക്. ജമാഅത്തെ ഇസ്ലാമിക്കാർ കാരണം ഓരോ ദിവസവും പുതിയ സ്റ്റുഡിയോ ഷോറൂം തുറക്കാൻ ടാറ്റ ഗ്രൂപ്പ് നിർബന്ധിതമാകാനാണ് സാധ്യത. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും